സദ്വേഷണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോനെ ആസ്പദമാക്കി നമ്മുടെ ലൈഫ് ഡിവൈനിലെ ശ്രീമതി ചേച്ചിയും ശ്രീകുട്ടിയും അവർ രണ്ടുപേരും കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ആസ്പദമാക്കി കുറച്ച് കാര്യങ്ങൾ, കാരണം വെച്ചാൽ അവർ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. വസ്തുതകളൊക്കെ വളച്ചൊടിച്ചു, ഗുരുവിൻ്റെ ആശയത്തെ വളച്ചൊടിച്ചു, അതിൽ ബുദ്ധി കലർത്തി ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനെ ആസ്പദമാക്കി അവർ പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് അതിനെക്കുറിച്ച് പറയാം. ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോ ചന്ദ്രബാബു എന്ന് പറയുന്ന ആളുടെ ചാനലില് കേട്ടാ, സദ്വേശ്വരണം പറഞ്ഞിട്ട് ഇപ്പൊ ചന്ദ്രബാബു എന്ന് പറഞ്ഞ ആളുടെ ചാനൽ, ഇത് ചന്ദ്രബാബുവിൻ്റെ ചാനലല്ല. ശ്രീമതി ആൻറ്റിക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിനെ മാത്രം വിശ്വസിക്കുന്ന, ആ ഗുരുവിനെ മാത്രം ശാന്തിഗിരിയിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ഉത്തമ വിശ്വാസികളായ ഗുരുവിൻ്റെ അവരുടെ ഒരു സംഘടനയായ ഗുരുധർമ്മ സംരക്ഷണ സംഘം എന്ന് പറയുന്ന സംഘടനയുടെ ചാനലാണ്. മനസ്സിലായില്ലേ? അതുകൂടാതെ എന്ന് പറഞ്ഞാൽ ആത്മീയപരമായിട്ടും ഗുരുവിൻ്റെ കാര്യങ്ങളിൽ ആത്മീയപരമായിട്ടും ഭൗതികപരമായിട്ടും നിയമപരമായിട്ടും, കാരണം ഗുരുവിൻ്റെ ആശയത്തെ വളച്ചൊടിച്ച് ഇല്ലീഗൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന അമൃത ജന്നി ഗുരുസ്വാമി, അവർക്കെതിരെയും പല നിയമപരമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ശക്തമായൊരു സംഘടനയുടെ ചാനലാണിത്. അതിൻ്റെ ഒരു പ്രസിഡൻറ്റ് മാത്രമാണ് ഞാൻ. കാരണം പ്രസിഡന്റ് വെച്ചാൽ നമ്മൾക്കിതിൽ എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്വവും തുല്യ അധികാരങ്ങളുമാണ്. എങ്കിലും നിയമപരമായിട്ട് ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം ഈ ഒരു ചെറിയൊരു ഔദ്യോഗിക പദവി കൈകാര്യം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് എൻ്റെ മാത്രമാണെന്ന് പറഞ്ഞ് അതിനങ്ങോട്ട് ലഘൂകരിക്കേണ്ട. ഇതൊരു ശക്തമായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയുടെ മുഖപത്രം പോലെ, അല്ല നിങ്ങൾ പറയുമ്പോൾ മഞ്ഞപത്രമല്ല, മുഖപത്രം പോലെ ഇന്ന് പ്രവർത്തിക്കുന്ന ഒരു ചാനലാണിത്. മനസ്സിലല്ലേ? ഗുരുവിൻ്റെ ഗുരുവാണികളും ഒട്ടനവധി കാര്യങ്ങൾ, ഗുരുവിൻ്റെ ഫങ്ഷൻസുകളും ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ നന്മയും ആ നന്മയെ മുതലെടുത്ത് ചില കീടങ്ങൾ എന്ന് വെച്ചാൽ ചില ക്യാൻസർ ബാധിച്ച ചില സാധനം പോലെ പ്രവർത്തിക്കുന്ന അതിൻ്റെ ദോഷവശങ്ങളും നമ്മൾ പറയുന്നുണ്ട്. അത്രയേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. അപ്പോൾ അടുത്തൊന്ന് കേൾക്കാം. ഇപ്പോൾ ഇന്നലെ ഒരു സ്ത്രീ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വോയിസ് മാത്രമേ കേൾപ്പിക്കുന്നുള്ളൂ. വിശ്വാസിയാണെന്നാണ് പറയുന്നത്, പേര് വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അവര് ഇപ്പോ കാലാന്തര ഗുരുവിനെ കുറിച്ചും ഒരു യുഗത്തിൽ എത്ര ഗുരുക്കന്മാരുണ്ടാകും, പിന്നെ ത്രിമൂർത്തി സമ്പ്രദായത്തിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോ നമ്മുടെ ഗുരുവാണിയിൽ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ അതിങ്ങനെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ശ്രീമതി ആന്റി പറയുന്നതാണ്, ഇന്നലെ ഒരു സ്ത്രീ വന്നിരുന്നുണ്ട്, പിന്നെ വിശ്വാസിയാണെന്ന് പറയുന്നത്, ഊരും പേരും ഇല്ല, ഫോട്ടോ കാണിക്കുന്നില്ല, ഭയങ്കര വിഷമമാണ് ഇതിനൊക്കെ കേട്ടോ. പിന്നെ കാലാന്തര ഗുരുവിനെ കുറിച്ചാണ് പറയുന്നത്, ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മറ്റൊന്നുമല്ല, ഇവർക്ക് മാത്രം അധികാരപ്പെട്ടാണ്. പണ്ട് അമൃതാജന്യ പറയുകയാണ്, ദർശനം എൻ്റെ മാത്രം സ്വന്തമാണെന്ന് പറഞ്ഞു, ഗുരു കൊടുക്കുന്ന ദർശനം മൊത്തം എന്നും പറഞ്ഞാണ് ഈ അധികാരത്തിൽ കയറിയിരുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ച് ഇവരെ ഈ ചതിയിൽപ്പെട്ട, ഇപ്പം ഇന്ന് ശ്രീകുട്ടിയും ശ്രീമതി ആൻറ്റിയും പറയും പോലെ ഈ 2000 കാലഘട്ടങ്ങളിൽ ആശ്രമത്തിൻ്റെ നെടുന്തൂണായിട്ട് പ്രവർത്തിച്ചിരുന്ന പലരും ഉണ്ട്. ഒന്ന് പൂർണ്ണസ്വാമി, എന്നാലും നമ്മുടെ ഗോപാലൻ സാറിൻ്റെ അനിയനായ പൂർണ്ണസ്വാമി, ഗംഗാരം മാസ്റ്റർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒട്ടനവധി ഗുരു ശരീരത്തോടിരുന്നപ്പോൾ ഒട്ടനവധി ഔദ്യോഗിക പദവികൾ വഹിച്ചിട്ടുള്ള ആളാണ്. പിൽക്കാലത്ത് ഈ അമൃതാജന്യയുടെ വലയിൽ പെട്ടുപോയി. അതിനുശേഷം പിന്നെ ദയാജന്യ അഖില ജന്യ എന്ന് പറയുന്ന ദയ എന്ന പേര്, അഖില ജന്യ എന്ന് പേര് നാമം സ്വീകരിച്ചു. അതുകൂടാതെ നിസ്സംഗജന്യ ജഗദമ്പി എന്ന് ചെറുപ്പം തൊട്ടേ ഗുരുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സന്യാസം സ്വീകരിച്ച ആദ്യത്തെ ബാച്ചിൽ സന്യാസം സ്വീകരിച്ചാണ് ഈ പറഞ്ഞ നിസ്സംഗജന്യ. ഈ അമൃതാജന്യൊക്കെ സന്യാസം സ്വീകരിക്കുന്ന ആ സമയത്ത് തന്നെ. അപ്പോൾ ആ ജന്യയ്ക്കാണ് ഇവരുടെ കള്ളദർശനം പറഞ്ഞും പറയിപ്പിച്ചും ഇവരാണ് ഗുരുസ്ഥാനി എന്നല്ല എന്ന് പറഞ്ഞ് പ്രഥമ ശിഷ്യ, അതായത് ശിഷ്യപൂജിത എന്നും പറഞ്ഞ അവസ്ഥ പൂർത്തീകരണം, അവസ്ഥ മാറുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നാടകങ്ങൾ. മനസ്സിലായി? അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്, അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഒക്കെ വെച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് അവരെ കൊണ്ടൊക്കെ പറയിപ്പിച്ചിരുന്നു ഇവർക്ക് മുമ്പേ. മനസ്സിലായില്ലേ? അവരൊക്കെ പിന്നീട് ആ ഒരു പാപം ചെയ്തതിൻ്റെ പേരിൽ പിന്നെ ഈ പരമ്പര വിട്ട് പോകേണ്ടി വന്നവർക്കൊക്കെ. മനസ്സിലായി? ദയാജന്യയുടെ ഒക്കെ പോക്കെന്ന് പറഞ്ഞാൽ അവസാനം ദയാജന്യനെ ഇവർ വിളിക്കാൻ പോയിട്ട് അവിടെ അടികൊണ്ട് പോകുന്നു, കൊല്ലം മയ്യനായിട്ടെന്ന്. അമൃതാജന്യൊക്കെ പോലീസ് ജീപ്പിൽ രക്ഷിക്കണേ സാറേ എന്ന് പറഞ്ഞ് അവിടുത്തെ വന്ന സർക്കിളിൻ്റെ കാല് പിടിച്ചിട്ട് രക്ഷപ്പെട്ട് പോകുന്നതാണ്. അതൊക്കെ മാഗസിനിൽ വന്നതാണ് അതിൻ്റെ ഇതൊക്കെ. അത് ഞാൻ ഒരിക്കൽ പറയാം, ഇനി ദയാജന്യയുടെ ആ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറയാം. അപ്പം ഇപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ
ആ ഒരു ചേച്ചി പേര് പറഞ്ഞില്ല, നാള് പറഞ്ഞില്ല, ഊര് പറഞ്ഞില്ല. ഭയങ്കര സങ്കടം. മനസ്സിലായ? എന്തിനാണാവോ അവർ പറഞ്ഞ കാര്യം, ആ ഗുരുവിൻ്റെ ഉത്തമ വിശ്വാസിയായ ഭക്തയായ ആ ഒരു ആത്മബന്ധു പറഞ്ഞ കാര്യത്തിൻ്റെ ഗൗരവമല്ലേ കേൾക്കേണ്ടത്? ഇപ്പോൾ ആളെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് മറുപടി പറയുന്നത് എന്തിനാണ്? എന്നിട്ട് വേണം ഇനി വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യാനായിട്ട് ഇവർക്ക്. അത് ഞാൻ പറയാൻ എന്താണെന്നുള്ളത്. ശ്രീ പറഞ്ഞ എല്ലാം തെറ്റാണെന്ന് ഇങ്ങനെ സമർത്ഥിക്കുന്നുണ്ട്. ഇപ്പം രാധാസ്വാമി ഫെയ്ത്തിനെ കുറിച്ചൊക്കെ ശ്രീ പറയാറുണ്ടല്ലോ. ശ്രീ പറഞ്ഞത് മൊത്തം തെറ്റാണെന്ന് പറഞ്ഞു. ശരിയാണ്, ശ്രീ പറഞ്ഞത് മൊത്തം തെറ്റാണെന്ന് പറഞ്ഞില്ല. ശ്രീ പറഞ്ഞത് വളച്ചൊടിച്ചാണ് പറയുന്നത്. മനസ്സിലായില്ലേ? കുറച്ച് സത്യമുണ്ട്. 50% സത്യവും 50% കള്ളങ്ങൾ മിക്സ് ചെയ്താണ് ശ്രീ പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ശ്രീ പറഞ്ഞതെന്ന് വെച്ചാൽ രാധാസ്വാമിയുടെ ആശ്രമത്തിൽ ശിഷ്യന്മാരാണ് അടുത്ത ജനറേഷൻ ഭരണം ഗുരുക്കന്മാരായി മാറിയത്. അപ്പോൾ ഗുരു പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ബ്രഹ്മശ്രീ കരുണാഗുരു പറഞ്ഞിരിക്കുന്ന രാധാസ്വാമിയെ കുറിച്ചുള്ള കാര്യമാണ് ആ ആത്മബന്ധു പറഞ്ഞത്. അപ്പോൾ അതിന് ഇനിയിപ്പോൾ അവരെ പേര് ഊരൊക്കെ പറയാത്തത് കൊണ്ടും പിന്നെ അവരെ പറഞ്ഞതൊക്കെ വളച്ചൊടിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അടുത്ത കൂടി കേൾക്കാം. മറ്റു ഗുരുക്കന്മാരുടെ കാര്യങ്ങളൊക്കെ പറയുന്നതെല്ലാം ഇവിടെ ആവശ്യമില്ലാത്ത കാര്യമാണ്. അങ്ങനെ അപ്പോൾ എന്നെയും എന്നെ ശ്രീയെയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോടായിട്ട് പറയുന്നത് പോലെ അവർ പറയുന്നുണ്ട്. എന്നെയും ശ്രീയൊക്കെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളെ കൊണ്ട് പറയുന്നത് പോലെയെന്ന് അസത്യമാണ്. കാരണം ഇവർ ഇരുന്ന് വിവരക്കേട് പറയുമ്പോൾ അതിൻ്റെ ആ വിവരമുള്ള ആ ഒരു കാര്യം, യഥാർത്ഥ ഗുരു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് വ്യക്തത വരുത്തിക്കൊണ്ടാണ് ആ അനുഭവത്തിൽ സംസാരിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ അടുത്തൊന്ന് കേൾക്കാം. അപ്പോ ശ്രീ എന്തു പറയുന്നു അത് ശ്രീയും കേട്ടല്ലോ. അപ്പൊ എന്താണ് ശ്രീക്ക് അതിന് പറയാനുള്ളത്? അത് ശ്രീയും കേട്ടല്ലോ. ഇനി ശ്രീക്ക് എന്താണ് പറയാനുള്ളത്? കാരണം വെച്ചാൽ ശ്രീയുടെ ഈ ശ്രീമതി ചേച്ചിയുടെ ഏറ്റവും വലിയ ഗുരുസ്ഥാനീയനാണ് ഈ പറയുന്ന ശ്രീകുട്ടി. മനസ്സിലായോ? ശ്രീകുട്ടി എന്ത് പറയുന്നോ അതാണ് ലോകനീതി, അതാണ് ഗുരുവിൻ്റെ തത്വം. മനസ്സിലായോ ശ്രീമതി ആൻറ്റിക്ക്? അതുപോലെ എല്ലാവരും കേൾക്കണമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. മനസ്സിലായോ? സദ്ഗുരുവേ ശരണം. ഇപ്പോൾ ഈ ചാനലിലൂടെ സ്ഥിരമായിട്ട് കേട്ടുവരുന്ന ഒരു ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ, അതായത് സ്ഥിരമായിട്ട് അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും പുച്ഛങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കുമ്പോൾ ആ രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത്. കേട്ടില്ലേ? സ്ഥിരമായിട്ട് പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ആ രീതിയിലാണ് ഇവരോട് സംസാരിക്കുന്നതെന്ന്. ഇവർ നമ്മൾ 3 വർഷത്തിന് മുമ്പ് തുടങ്ങിയതാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചാനലിലൂടെ പറയാനായിട്ട്. ഈ അമൃതാജ് വിവിധ സമയങ്ങളിൽ ഈ തെറ്റിദ്ധരിച്ച് ഈ അമൃതാഞ്ജലിയുടെ കുടിലതകളും ക്രൂരതകളും എല്ലാം തിരിച്ചറിഞ്ഞ്, ഈ കുബുദ്ധികളും എല്ലാം തിരിച്ചറിഞ്ഞ് അതിനെതിരെ എന്താ പറയുക, തിരിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത് 18/6/2016 DGPക്ക് പരാതി കൊടുത്തെന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ DGPക്ക് ഞാൻ പരാതി കൊടുത്തപ്പോൾ എന്താ ചെയ്തത്? എന്നൊരു വ്യാജ പോക്സോ കേസിൽ കുടുക്കി. ആര്? ഈ അമൃത ജെന്നി, ഗുരുരത്നൻ, ഗുരുമിത്രൻ, അങ്ങനെ കുറച്ച് സംഘങ്ങൾ ചേർന്ന് അതിൽ കുരുക്കിയപ്പോൾ ഞാനത് ഫേസ് ചെയ്തു. അപ്പം എന്തെങ്കിലും ചെയ്തു? അത് വ്യാപകമായിട്ട് ഇവർ പ്രചരിപ്പിച്ച്. മനസ്സിലായോ? ആ കേസ് കഴിഞ്ഞ കൊല്ലം ആ പോക്സോ കേസ് വ്യാജമാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ രേഖകൾ സഹിതം സമർപ്പിച്ചതിന് പുറത്ത് ഹൈക്കോടതി ആ FIR കോഷ് ചെയ്തു. അപ്പോൾ എന്താ പറയുക, ആ കാര്യങ്ങളും പിന്നെ ഓരോ വ്യക്തികളെ ചതിച്ച കാര്യങ്ങളും നമ്മൾ പറയുന്നത് പ്രകാരം ഇവർ വന്നിരുന്നിട്ട് 3 വർഷം മുമ്പ് ഇവരെയല്ല പറയുന്നത്. ഇവരാരാണ്? നമുക്കിവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ശ്രീകുട്ടിയോളോ ശ്രീമതി ചേച്ചിയോ ആരുമായിട്ടും നമ്മൾ ബന്ധമില്ല. പക്ഷെ നമ്മൾക്കുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ചതിച്ച ആൾക്കാരെ പേര് പറയുമ്പോൾ ഇവർക്ക് എന്തിനാണ് കൊള്ളണത്? മനസ്സിലായ? നമ്മുടെ വീട് പറ്റിച്ച് മേടിച്ച് പറഞ്ഞുതരാം. എൻ്റെ 18 ലക്ഷം രൂപ എൻ്റെ പറ്റിച്ച് സ്നേഹനിധി എന്ന് പറയുന്ന ബാങ്കിൽ ഇടിച്ചു. ഈ അമൃത ജെന്നി പറഞ്ഞിട്ട് ഗുരുരത്നൻ്റെ നിർദ്ദേശപ്രകാരം നിർമ്മല ജെന്നി എന്ന് പറഞ്ഞ അവരുടെ ആ ഒരു ഗ്യാങ്ങിൻ്റെ ഇതിൽ ആ പൈസ അവിടെ നിക്ഷേപിച്ചു. എന്നിട്ട് 2016 എനിക്ക് റെസിപ്റ്റ് തന്നു. ഞാൻ എന്താ പറയുക, ഈ കേസിലൊക്കെ പെടുന്നതിന് മുമ്പ്. അപ്പോൾ ആ റെസിപ്റ്റും പ്രകാരം എന്ന് പറഞ്ഞാൽ 5 വർഷത്തേക്കാണ് വീണ്ടും ഡിപ്പോസിറ്റ് ചെയ്തേക്കണം 18 ലക്ഷം രൂപ. അതിന് മുമ്പെന്ന് പറഞ്ഞാൽ രേഖയിലോ ഒന്നുമില്ല, ചെക്കിലോ ഒന്നുമില്ല. എനിക്ക് അവസാനം മനസ്സിലായി ഇവർ എന്നെ പറ്റിക്കുമെന്ന് മനസ്സിലായപ്പോഴേ ഞാൻ റെസിപ്റ്റ് മേടിച്ചു. പിന്നെ ചെക്കൊക്കെ തരാമെന്ന് പറഞ്ഞാൽ അതൊന്നും തന്നില്ല. പക്ഷെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനും വലിയ എവിഡൻസുകളൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചു. ആ റെസിപ്റ്റ് മാത്രം ഇവർ തന്നതായിട്ട് ഇവർക്ക് അറിയാൻ പാടുള്ളൂ. പക്ഷേ അതിനപ്പുറമുള്ള രേഖകൾ ഞാൻ ഉണ്ടാക്കി വെച്ചത് ഇവർക്കറിയില്ല. അത് പ്രകാരം എന്ത് ചെയ്ത് 2021 വരെയപ്പോൾ ഈ 2015 ഇട്ട കാശ് 16 ഇട്ട ആ റെസിപ്റ്റ് മേടിച്ച പൈസ 5 വർഷത്തൊക്കെ ഇട്ടെന്ന് പറഞ്ഞ് മേടിച്ചത് 2021 ആയപ്പോൾ അതിൻ്റെ കാലാവധി കഴിഞ്ഞു.
ഈ കേസ് ഉണ്ടെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിലും ഈ എൻ്റെ പണം പിടിച്ചു നോക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് 2021 അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് 3 വർഷത്തിനുള്ളിൽ പിന്നെ അത് കേസ് ഫയൽ ചെയ്യണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ അതിന് വാല്യൂ ഇല്ല. അതും പ്രകാരം എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് നോട്ടീസ് വെച്ചു അതിനുള്ളിൽ. ആർക്ക്? അമൃത ജെന്നി, ഗുരുരത്നൻ, നിർമ്മല ജെന്നി, സുധീന്ദ്ര തീർത്ഥൻ. അതുകൂടാതെ അതിന് റിപ്ലൈ ഒന്നുമില്ല. അതുകൂടാതെ പിന്നെ വക്കീൽ നോട്ടീസ് അയച്ചു ഈ 4 പേർക്ക്. അതിന് റിപ്ലൈ കൊടുത്തില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പോലീസിന് പരാതി കൊടുത്തു, പോത്തങ്കോട് പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തപ്പോഴും ഒന്നും നടപടിയാകാത്തതുകൊണ്ട് ഞാൻ SP കൊടുത്തു, DGPക്ക് കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് അന്വേഷണത്തിൽ വന്നപ്പോൾ എന്നെ വിളിച്ച് മൊഴിയെടുത്തു. അവരുടെ ഭാഗത്തുനിന്ന് സുധീന്ദ്ര തീർത്ഥൻ എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്ന അവനെ വിളിച്ചിട്ട് മൊഴിയെടുത്തു. അവൻ പറയുന്നത് ഈ പൈസ കൊടുത്തതോ ഒന്നും അറിയില്ല, റെസീപ്റ്റ് കൊടുത്തതോ അറിയില്ല എന്നുള്ളതാണ്. പക്ഷേ അവൻ റെസീപ്റ്റ് അവനാണ് തന്ന ഒപ്പിട്ട് ആശ്രമത്തിൻ്റെ സീല് വെച്ച്, മനസ്സിലായില്ലേ? പക്ഷേ അതിൻ്റെ ഡിജിറ്റൽ റെക്കോർഡ്സ് എൻ്റെ കയ്യിലുണ്ട്. അതുകൂടാതെ പല രേഖകളുണ്ട്, മനസ്സിലായ? അപ്പോൾ അതിന് പ്രകാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോടതി ഞാൻ CMB എന്ന് വെച്ചാൽ ഈ കേസ് പോലീസ് അന്വേഷിക്കാനായിട്ട് ഒന്നെങ്കിൽ FIR ഇടണം, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി നേരിട്ട് കേൾക്കണം എന്നും പറഞ്ഞാണ് ഞാൻ കോർട്ടിൽ ഫയൽ ചെയ്തത്. പക്ഷേ കോടതി അത് FIRന് വിട്ടില്ല. നേരിട്ട് കോടതി എൻ്റെ മൊഴിയെടുത്തു, ആ രേഖകൾ സ്വീകരിച്ചു, കേസ് ഇപ്പോൾ അവിടെ ഫയൽ ചെയ്തു, മനസ്സിലായ? അപ്പോൾ ഇപ്പോൾ സാമ്പത്തിക കുറ്റകൃത്യത്തിൻ്റെ ഒരു കേസിൽ ഇവർ പ്രതിയാണ്. ആര്? അമൃത ജെന്നി, മനസ്സിലായില്ലേ? എന്നെ സംബന്ധിച്ച് ആ പൈസ കിട്ടുന്നതിൽ കൂടുതൽ ഇവരുടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് തെളിയിക്കാനായിട്ട് കോർട്ടിൽ വരിക എന്നുള്ളതാണ് എൻ്റെ മുഖ്യ കാര്യം, മനസ്സിലായോ? അപ്പോൾ അതേപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. 18 ലക്ഷം രൂപക്കെന്ന് പറഞ്ഞാൽ 2018 ഇട്ട പൈസക്ക് ഇപ്പോൾ എങ്ങനെ പോയാലും ഈ സമയമാകുമ്പോൾ 10-60 ലക്ഷം രൂപ ആയിട്ടുണ്ടാകും, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റി ആളെപ്പറ്റി എന്നെ മാത്രമല്ല, ഞാനൊരു പ്രതീകം മാത്രമാണ്, മനസ്സിലായോ? ഈ രേഖകൾ ഒരുപാട് കയ്യിലുള്ള ആൾക്കാർക്ക് കേസ് കൊടുക്കാൻ ഭയമാണ് ഇവർക്കെതിരെ. കാരണം വെച്ചാൽ കള്ളക്കേസിൽ കുടുക്കിക്കളയും, വീട്ടിൽ ഗുണ്ടകൾ വരും. ഈ ശ്രീകുട്ടിയുടെയൊക്കെ വീട്ടിൽ ഗുണ്ടകൾ വന്നാണ്. എന്നിട്ട് പറയണില്ലേ, മാന്യമായിട്ടിരുന്ന് പറയുകയാണ് എൻ്റെ വീട്ടിൽ ഗുണ്ടകൾ വന്നില്ല, കുറച്ച് പിള്ളേർ വന്നാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ കാര്യം ഒരു വള്ളിയായിട്ട് വന്ന് കുരുങ്ങേണ്ട കാര്യമുണ്ടോ? 3 വർഷമായി ഞാനത് പോട്ടെ എന്ന് വിചാരിച്ചിരിക്കണമായിരുന്നു. അപ്പോൾ സമ്മതിക്കില്ല. അപ്പോൾ ഈ നമ്മളൊരു കാര്യം ഇറങ്ങുമ്പോഴേ നമ്മുടെ വശം ക്ലിയർ ആയിരിക്കണം. ഇതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റില്ലായിരുന്നു ആ സമയത്ത്. കാരണം ഇവർക്ക് ഒരു കുടുംബം കലക്കിയിട്ട്, അമൃതാജന് ചെയ്തു കൊടുത്ത പരിപാടിയാണ്, ഒരു കുടുംബം കലക്കിയിട്ട് അതിൽ ഉള്ള ഒരു പെണ്ണിനെ പിടിച്ച് ഒരാളുടെ കഴുത്ത് വെച്ച് കൊടുത്തു, മനസ്സിലായോ? ആ ഭർത്താവിനെ ചതിച്ചു, ആ പെണ്ണിനെ ചതിച്ചു, ഈ പയ്യനെയും ചതിച്ചു. ആര്? അമൃതാജന്നി. എന്നിട്ടും ആ ഭർത്താവിന് മനസ്സിലായി എവിടെ നിന്നാണ് ചതി പറ്റിയെന്ന്. പക്ഷേ ഈ ഭാര്യയ്ക്കും, ആ ഭർത്താവിൻ്റെ ഭാര്യ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ശ്രീമതി ആൻറ്റി, ശ്രീകുട്ടിക്കും മനസ്സിലായില്ല ചതിച്ചത്, ശ്രീമതി ആൻറ്റിക്കും മനസ്സിലായില്ല. അത് വല്ലാത്തൊരു വിരോധാഭാസമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചില ആൾക്കാർക്ക് ചതി മനസ്സിലാകും, ചില ആൾക്കാർക്ക് ചതിക്കപ്പെട്ടാലും അത് മനസ്സിലാകാതെ ഈ ആസനത്തിൽ ആലുകെടുത്താൽ അതൊരു തണലാണെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കും. ആ ഒരു അവസ്ഥയിലാണ് ശ്രീകുട്ടി നിൽക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത വശം ഒന്ന് കേൾക്കാം. അപ്പം ഞാൻ പറഞ്ഞ വേറൊന്നുമില്ല, ആത്മീയപരമായിട്ടും ഭൗതികപരമായിട്ടും നിയമപരമായിട്ടും ഒക്കെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സംഘടനയാണ്. ആരുമായിട്ട്? ഈ അമൃതാജന്യ ഗുരുരത്നമായിട്ട്, അല്ലാതെ വേറെ ആയിട്ടുമല്ല. നമ്മുടെ ശത്രുവല്ല, ഗുരുവിൻ്റെ ആശയവും പ്രസ്ഥാനം നശിപ്പിച്ച് ആൾക്കാരെ ചതിച്ച് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പക്കാ ക്രിമിനലുകളാണ് ഇവർ. ഇവർ ചെയ്തു കൂട്ടാത്ത ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഇല്ല ഈ പ്രസ്ഥാനത്തിൻ്റെ മറവിൽ. അത് പറയുമ്പോൾ ഒന്നും അറിയാത്ത കുറച്ച് ബുക്കുകളിലൂടെ ജ്ഞാനം കിട്ടിയ ഈ ശ്രീകുട്ടിയും വന്നിരുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമുണ്ട്? അപ്പോൾ ഇവരുടെ കാര്യങ്ങളും പറയേണ്ടി വരും നമുക്ക്, മനസ്സിലായോ? അല്ലാതെ ആരും ചെന്നിട്ട് ഇവരെ ശത്രുക്കളായിട്ട് കണ്ടില്ല, ആരും ചെന്ന് ഇവരെ ഉപദ്രവിച്ചില്ല, ഇല്ലേ? ആരും ഇവരെ പുറകെ കിടന്ന ഒരു കുറ്റവും പറഞ്ഞില്ല. പക്ഷേ ഇവരാണ് വന്ന് ചാടിയത്. എങ്ങനെ? ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് തലയിട്ടത്. അപ്പോൾ ബാക്കി കൂടി കേൾക്കാം. പക്ഷെ ആദ്യമായിട്ട് ഒരു വ്യക്തി കുറച്ച് ഗുരുവിൻ്റെ ആശയങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള കാര്യങ്ങളും ആധ്യാത്മിക വിഷയങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് നമ്മളെ, അതായാലും നമ്മളോട് ഒരു മര്യാദയ്ക്കാണ് സംസാരിക്കുന്നത്, അത്രയെങ്കിലും ഒരു ആശ്വാസമുണ്ട്. എന്ന് വെച്ചാൽ സഭ്യമായി നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തരത്തിൽ സംസാരിച്ചു. അപ്പൊ അതിൽ ഒരു സന്തോഷം. കേട്ടില്ലേ? എന്നുവെച്ചാൽ ഈ ചാനലിൽ ഇരുന്നുകൊണ്ട് അസഭ്യം പറഞ്ഞെന്നാണ് പറയുന്നത് അരിഞ്ഞാൻ. പിന്നെ ഈ ആ ആത്മബന്ധം ഒഴിച്ചു ബാക്കി ആരൊക്കെയോ അസഭ്യം പറഞ്ഞു. ആദ്യമായിട്ടാണ് ഇതിലൊരു സഭ്യമായ ഒരു കാര്യം കേൾക്കുന്നതെന്നാണ് ശ്രീകുട്ടി പറയുന്നത്. അപ്പോൾ ശ്രീകുട്ടി എത്രത്തോളം ഈ ചാനലിനെ ഫോളോ ചെയ്യേണ്ടെന്ന് മനസ്സിലായി, അറിവില്ല.
അത്രയേ ഉള്ളൂ. ഇതിൽ എന്നും രാവിലെ ഇപ്പോൾ ഷോർട്സ് വരുന്നുണ്ട് ഗുരുവാണികൾ, ഗുരുവിൻ്റെ ശബ്ദത്തിൽ ഗുരുവിൻ്റെ ഫോട്ടോ ഉള്ള ഗുരുവാണികൾ എന്നും രാവിലെ. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ശ്രീകുട്ടി പറഞ്ഞാൽ മനസ്സിലായില്ല. കാരണം വെച്ചാൽ അടിമകൾക്ക്, അമൃതാജിൻ്റെയും ഗുരുരത്നൻ്റെ അടിമകൾക്ക് അതിൻ്റെ വാല്യൂബിൾ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ വാല്യൂ എന്താണെന്നുള്ളത് മനസ്സിലായില്ല. വിലമതിക്കാത്ത കാര്യങ്ങളാണെന്ന് ഇന്ന് പരമ്പര ഈ വിഷയത്തെക്കുറിച്ച് ഒരുപാട് ആൾക്കാരിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. ഒരുപാട് ആൾക്കാരിലൂടെ. കാരണം ഇത്രയും നാളായിട്ട് പ്രപഞ്ചത്തിന് ഇന്ന് വരെ കിട്ടാത്തൊരു കാര്യമാണ് നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. മനസ്സിലായത്? ആശ്രമം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യത്തെ നമ്മൾ അവർക്ക് 1 രൂപ പോലും ചിലവില്ലാതെ എല്ലാ ദിവസവും അവർക്കത് കേൾക്കാൻ ഡെയിലി 6 മണിക്ക് ഗുരുവിൻ്റെ ഗുരുവാണി ഷോർട്സ് 3 മിനിറ്റാണ് എൻ്റെ പരിധി. ആ ഷോർട്സ് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ശ്രീകുട്ടി കാണുന്നില്ല. അതൊക്കെ അസഭ്യമാണെന്ന് പറയേണ്ടി വരും അപ്പോൾ ശ്രീകുട്ടിക്ക്, നമുക്കല്ല, ശ്രീകുട്ടിക്ക്. പിന്നെ അത് കൂടാതെ എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനത്തിന് മുമ്പിൽ ശ്രീകുട്ടി വീണുപോയി. ആരാ? ആ ആത്മബന്ധു പറഞ്ഞ കാര്യത്തിന് മുന്നിൽ ശ്രീകുട്ടിക്ക് വാക്കുകളില്ലാത്തത് കൊണ്ട് അവിടെ ഒരു കീഴടങ്ങളിലാണ്. എന്നാലും തീർത്തങ്ങോട്ട് കീഴടങ്ങാൻ പറ്റത്തില്ല. കാരണം കീഴടങ്ങിയാൽ പറഞ്ഞു വെച്ചതെല്ലാം കള്ളമാണെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് സഭ്യമായ ഒരു കാര്യം കേട്ടെന്നൊക്കെ പറഞ്ഞ് ഒന്ന് പുകഴ്ത്തി ഒന്ന് ഇനിയിപ്പോൾ എന്ത് പറയാൻ നോക്കാം. പക്ഷേ ആ വ്യക്തിയുടെ പേരോ പിന്നെ അദ്ദേഹത്തിന്റെ ഫോട്ടോയോ രൂപമോ ഒന്നും കാണിച്ചില്ല. പേരും ഫോട്ടോയും കൂടെ കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് സംസാരിക്കാൻ കുറച്ചുകൂടെ ഒരു വ്യക്തിയോട് സംസാരിക്കുന്നുള്ളൊരു ഫീലിംഗ് കിട്ടുമായിരുന്നു. ഇപ്പൊ ഈ പേരും മറ്റു കാര്യങ്ങളൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ ഇവിടെ ഇപ്പോൾ എന്തായാലും നിങ്ങൾ ഇത്രയും ആത്മാർത്ഥത കാണിക്കുന്നു ഗുരുവിനോടും പ്രസ്ഥാനത്തിനോടും ഒക്കെ കാണിക്കുമ്പോൾ നിസ്വാർത്ഥമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേരും എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്താമല്ലോ. അതുകൊണ്ട് ഇപ്പൊ എന്ത് നഷ്ടം വന്നാലും നമ്മൾ സഹിക്കണമല്ലോ. ഗുരുവിന് വേണ്ടി അങ്ങനെ അത്രയും ആത്മാർത്ഥത വരുമ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങൾ നേരിടാനുള്ളൊരു തയ്യാറെടുപ്പ് വേണമല്ലോ. അല്ലാതെ അപ്പോൾ അവിടെ തന്നെ ചെറിയൊരു കള്ളത്തരം അല്ലെങ്കിൽ സ്വാർത്ഥത പോലെ തോന്നുകയല്ലേ കാര്യം, ഒളിച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു രീതി. ഒരാൾക്ക് ഒരു പേരും അയാളുടെ ഫോട്ടോയും കാണിക്കാതെ ഒരു കാര്യം പറയുന്നതിന് കാര്യത്തിൻ്റെ ഗൗരവമല്ലേ കണക്കൂട്ടേണ്ടത്, ഇല്ലേ? ഇവർക്ക് ആ പേരും ആ നാളും ആ ഫോട്ടോ കൊണ്ടിട്ട് ആളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്തിനായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ ധരിക്കുന്നത്. അവരെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവരെ വല്ല കള്ളക്കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ എങ്ങനെ വശത്താക്കാനോ ഇതിനൊക്കെ വേണ്ടിയല്ലേ? അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യത്തിനുള്ള മറുപടി പറഞ്ഞാൽ പോരെ? ഇവർക്ക് അവരെ ഒരു നാളും പേരൊക്കെ എന്തിനാണ് അറിയണം? അപ്പോൾ അതിലൊരു കള്ളത്തരം, ഒരു സ്വാർത്ഥ, പിന്നെ എന്തും ഫേസ് ചെയ്യേണ്ടത്. ശരിയാണ്, ഇവർ പറയുന്ന ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യം എന്ന് വെച്ചാൽ അവരെ ഉപദ്രവിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഫേസ് ചെയ്യണം. ഇപ്പം നിയമപരമായിട്ടുള്ള പണ്ടേ പോലെ കളിക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ എത്ര സ്വാധീനമുണ്ടെന്ന് പറഞ്ഞാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവൊക്കെ ഉള്ളതാണ്. അനാവശ്യമായിട്ട് എന്തെങ്കിലും കേസൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഗുരുരത്നും അമൃതാജിൻ്റെയൊക്കെ പണി മേടിക്കും. മനസ്സിലായോ? എങ്ങനെ പണി മേടിക്കും? നിയമപരമായിട്ടുള്ള പണി മേടിക്കേണ്ടി വരും. അത് എന്ത് ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്താലും അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും അവർക്ക് ചെയ്യാം. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവനവൻ കുരുക്കുന്ന കുരുക്കിൽ അവനവൻ തന്നെ വീഴരുത്. കാരണം പണ്ട് ഗുരുരത്നസ്വാമി എന്ന് പറഞ്ഞ ആൾ മാനനഷ്ടം 25 ലക്ഷം രൂപയൊക്കെ എനിക്ക് മാനനഷ്ടം, ഞാൻ 25 ലക്ഷം രൂപ അയാളുടെ മാനഹാനി വരുത്തിയെന്നും പറഞ്ഞ് അയാളുടെ കേസ് ഫയൽ ചെയ്തു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അവസാനം ഞാൻ സാക്ഷ്യപ്പട്ടികയും എവിഡൻസും എല്ലാം കൊണ്ട് ഹാജരാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട കോടതി കൊടുത്തപ്പോൾ ഇയാൾക്ക് കേസും വേണ്ട, ഒന്നും വേണ്ട, ഇയാൾ അതെല്ലാം പിൻവലിച്ചിട്ട് ഓടിക്കളഞ്ഞു. മനസ്സിലായി? എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയാലും ഞാനത് പ്ലസ് ആക്കി കൊണ്ടുവരും. മനസ്സിലായി? എന്ത് മൈനസ് പോയിന്റ് കിട്ടിയാലും, ഉദാഹരണത്തിന് പോക്സോ കിട്ടിയിട്ട് പോലും എന്താ ചെയ്തത്? ഞാൻ അതിലും അവരെ എവിടേക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും, അതെല്ലാം കൊടുത്തിട്ടുണ്ട്. നിയമപരമായിട്ട് ഇവർക്കെതിരെ എവിടെയൊക്കെ എവിഡൻസ് സമർപ്പിക്കാൻ പറ്റും അതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് 6 വർഷം അവർക്ക് എന്നെ എങ്ങനെ പബ്ലിക്കിൽ നിശബ്ദനാക്കാൻ അവർ ശ്രമിച്ചെങ്കിലും കൂടുതൽ ഊർജ്ജത്തോടെ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റും. മനസ്സിലായോ? ഞാൻ ചിലപ്പോൾ ആ കേസ് വന്നില്ലായിരുന്നെങ്കിൽ ഇത്രയും ശക്തമായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരുന്നില്ലായിരിക്കും. കാരണം വെച്ചാൽ ഒരാളെ മുറിപ്പെടുത്തുമ്പോഴാണ് ഇത് വരുന്നത്. എന്താ പറയുക, ഈ പ്രതിരോധിക്കാനുള്ള ഒരു ഇച്ഛാശക്തി കിട്ടുന്നതും അതിനുവേണ്ടി തന്നെ നമ്മൾ തുനിഞ്ഞിറങ്ങുന്നത്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയമെടുത്ത് ഇങ്ങനെ പോവുള്ളായിരുന്നു. പക്ഷേ അതെല്ലാം നല്ല കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. എന്നുവെച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ഈ വിഷയത്തിൽ ഗുരുവിൻ്റെ ആശയത്തെയും പ്രസ്ഥാനത്തെയും നശിപ്പിക്കുന്നതിന് എതിരെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഒരുപാട് ആൾക്കാരുടെ കൂട്ടായ്മയാണ്, ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ടും സഹായം എല്ലാം ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഞാൻ വെറും മുഖം മാത്രമാണ്. പിന്നിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്, അഹോരാത്രം പ്രവർത്തിക്കുന്നത് ഗുരുവിൻ എന്നുവെച്ചാൽ ലാഭേച്ഛയില്ലാതെ. അപ്പോൾ
ഇവർക്ക് അവരെയൊക്കെ വെളിപ്പെടുത്തി കൊടുത്തിട്ട് ഞാനങ്ങനെ ഒറ്റ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടുപിടിക്കാമല്ലോ, ശബ്ദം ഐഡൻറ്റിഫൈ ചെയ്ത് അവർ കണ്ടെത്തട്ടെ. ഇത് ഭയക്കണ ആള് ആ ശബ്ദത്തിൽ സംസാരിക്കുമോ? അത് തന്നെയല്ല, ഇത്രയും ഇവരുടെ ഈ ഗുരുനിന്ദാപരമായ പ്രവർത്തനങ്ങളാണ് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ആൾക്കാർ ഒന്നും മിണ്ടണ്ട എന്നിട്ട് അവസാനം അവർക്ക് പറയേണ്ടി വന്നത്. മനസ്സിലായോ? അപ്പോൾ അടുത്ത ഒന്ന് കേൾക്കാം നമുക്ക്. പിന്നെ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഞാൻ ഗുരുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം, ഇപ്പൊ ചന്ദ്രബാബു സ്ഥിരമായിട്ട് വളച്ചൊടിച്ച് പറയാറുണ്ട്. പുള്ളിക്ക് പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളെ മറ്റൊരർത്ഥത്തിൽ ആക്കി മാറ്റുന്ന ഒരു സ്വഭാവമുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ മാറ്റിയിട്ട് നമ്മളെ വാദപ്രതിവാദത്തിൽ നമ്മൾ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കുന്ന ഒരു പെരുമാറ്റം. കേട്ടില്ലേ? ചന്ദ്രബാബു നമ്മൾ പറയുന്നതിൻ്റെ അപ്പുറം പറയുന്നത്. നമ്മളെന്ന് പറയുന്നത് ഇവരാണ്. ഞാൻ എന്ത് പറയുന്നു? ഇവർ 3 വർഷമായിട്ട് നമ്മുടെ കാലെ ചുറ്റി വള്ളിയായിട്ട് കിടക്കുമ്പോൾ ആ വള്ളി അർത്ഥം മാറ്റി കളയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മനസ്സിലായി? നമ്മുടെ കാലെ പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ആ തട്ടിയിട്ടും കുടഞ്ഞിട്ടും പോയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? തിരിച്ച് ചവിട്ട് കൊടുത്തിട്ട് നമ്മൾ പിന്നെ തള്ളിക്കളഞ്ഞിട്ട് പോകേണ്ടി വരും. മനസ്സിലായില്ലേ? ഇവർ നമ്മളുമായിട്ട് യാതൊരുവിധ ഇതുമില്ല, അടുപ്പവും ഇല്ല, വിരോധവും ഇല്ല, ഒന്നുമില്ല. പിന്നെ എന്തിനാണ് ഇവർ ഈ ഇന്ത്യയെ വന്നത്? ശിഷ്യപൂജ എന്ന് പറയുന്ന ആ അമൃത, ശിഷ്യപരാജിതമായ അമൃതാജിന്നി കാണിക്കുന്ന എല്ലാ കാര്യവും തോന്നിവാസത്തിനും ഇവർ കൂട്ടു നിൽക്കാൻ വേണ്ടി അത് അങ്ങനെയാണ്, ആത്മീയതയാണ്. പോക്സോ കേസ് വന്നപ്പോഴും പറഞ്ഞ് ഇദ്ദേഹം പറയണത് എന്താണെന്നറിയോ? വേറെന്തോ പിന്നെ എന്താ പറയുക, എൻ്റെ വീട്ടിലുണ്ടായ വിഷയം എന്നാണ് പറയണം. ഇവിടെ ചരട് വലിച്ച് ഇവരുണ്ടാക്കിയ വിഷയത്തെക്കുറിച്ച് അതിനെ ടച്ച് ചെയ്യുന്നില്ല. മദ്യ കേസ് പോലെയാണ് പോക്സോ കേസ്. മദ്യ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ ചതിക്കണം, പറ്റിക്കണമെന്ന് പറഞ്ഞുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യാൻ പറ്റാത്ത, സന്യാസികൾക്ക് ചെയ്യാൻ പറ്റാത്ത മദ്യക്കസിന് പോയതുകൊണ്ടാണ്. അവർക്ക് പോകുമ്പോൾ അറിയാൻ പാടില്ലേ. മറ്റേതല്ല, DGPക്ക് പരാതി കൊടുത്തെന്നുള്ള ആ പരാതി പിൻവലിപ്പിക്കാൻ വേണ്ടി ഒരു കൊച്ചിനോടുള്ള വിരോധം കണക്കിലെടുത്ത് ആ വിരോധത്തെ ഒന്ന് എന്താ പറയുക, അതിനെ പറഞ്ഞ് പറ്റിച്ച് വഞ്ചിച്ച്, അതുകൊണ്ട് എന്ത് സംഭവിച്ച്? ആ കൊച്ചു പോലും വെറുത്തു പോയി ഇവരെ. മനസ്സിലായില്ലേ? ആ കൊച്ചിനെ ഒരു പരിധിയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് അതിനെ ചതിച്ച് കളഞ്ഞു. അതുകൊണ്ട് അത് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അത് വേറൊരു കുടുംബത്തിൽ പോയി, അത് വേറൊരു രീതിയിൽ ഒരു ഇതിൽ തന്നെ പോയി, ഈ പരമ്പരയിൽ തന്നെ പോയത് ആ കുട്ടി. മനസ്സിലായില്ലേ? കാരണം ആ രീതിയിലാണ് ഉപയോഗിക്കുന്നത് ഇവർ ഓരോ കുട്ടികളെയൊക്കെ. ഒരുപാട് കുട്ടികൾ എൻ്റെ പരാതിയിൽ തന്നെ ഉണ്ട്, ഞാൻ DGP കൊടുത്ത പരാതിയിൽ തന്നെ ഉണ്ട്. കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്, സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്, മയക്കുമരുന്ന്, അനാവശ്യമായ ഇഞ്ചക്ഷൻ, കൊലപാതകം എല്ലാം ഞാൻ ആ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ആ പരാതി ഇവർക്ക് ഭയാനകമായി തോന്നി. അതുകൊണ്ടാണ് അത് പിൻവലിപ്പിക്കാൻ വേണ്ടി ഭയങ്കര വലിയൊരു കേസായിട്ട് എൻ്റെ തന്നെ കൊണ്ടുവന്നിട്ട് തന്നത്. മനസ്സിലായില്ലേ? പക്ഷേ അതൊന്നും എന്നെ സംബന്ധിച്ച് ഒരു വിഷയമല്ല. അല്ലാതെ ഞാൻ ഈ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ പോലെ ഇരുന്നുണ്ട് വെളുപ്പിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. അത് തന്നെയല്ല ഇദ്ദേഹം കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, ഈ ഗുരുവിൻ്റെ കുടുംബാംഗം എന്നുള്ള രീതിയിൽ ഇദ്ദേഹം ഇവിടെ ഇരുന്നുണ്ടെങ്കിൽ എല്ലാവരെയും ബഹുമാനം കിട്ടിയാനേ, അത് തന്നെ ഉന്നത പദവിയിലിരുന്നാനാണ്. എനിക്ക് ഈ കൊള്ള സംഘത്തിൽ ഉന്നത പദവിയൊന്നും വേണ്ട. കൊള്ളക്കാരന്മാരെ കൂടെ നിന്നിട്ട് അവരുടെ കാവൽക്കാരായിട്ട് നിൽക്കാനാണ് എനിക്ക് അതിലൊരു കസേരയും വേണ്ട, ഒരു പദവിയും വേണ്ട, അവരുടെ പണം വേണ്ട. പക്ഷേ നമ്മളെ പറ്റിച്ച പണവും നാട്ടുകാരെ പറ്റിച്ച പണവും തിരിച്ചു കൊടുക്കണം. മനസ്സിലായില്ല? അതൊന്നും ഗുരുവിലെത്തിയതല്ല. അതൊക്കെ ഈ അമൃതാജിൻ്റെയും ഗുരുസ്വാമിയൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ അടിച്ചു മാറ്റി അവരുടെ തോന്നിവാസത്തിനും അവരുടെ സുഖവാസത്തിനും മുടക്കിയ പൈസയാണ്. മനസ്സിലായില്ലേ? അത് തന്നെയല്ല, ആ പൈസ കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, പക്ഷേ ഇവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഇനി ഒരു കൂട്ടർക്ക് ഇതുപോലത്തെ ചതി പറ്റാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇവരെയൊക്കെ ഒന്നും പറ്റിച്ചിട്ടില്ല. ഇവർക്കൊക്കെ ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എങ്ങനെ? സാമ്പത്തികമായിട്ടായാലും കൊള്ളാം, ഭൗതികമായിട്ടായാലും കൊള്ളാം. ഇപ്പോൾ ഭർത്താവിനെ കളഞ്ഞിട്ട് പിന്നെ വേറൊരു ഭർത്താവിനെ ഉണ്ടാക്കി കൊടുത്തില്ലേ ഇവർ, അമൃതാജിനി? അപ്പോൾ അതിൻ്റെയൊക്കെ നന്ദി ഉണ്ടാകണമല്ലോ. അത് തന്നെയല്ല, ഒരു വേണ്ടാത്തൊരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാക്കുകയും ചെയ്തു. ഗുരു ഇച്ഛിക്കാത്ത രീതിയിലുള്ള ഒരു ജീവിത രീതിയായിരുന്നു ഇവരുടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗുരു ഇച്ഛിക്കുന്ന ഒരു രീതിയാണ്. ഏതൊരു ഭർത്താവിനാണേലും എന്ത് കുറവുണ്ടെങ്കിലും ഗുരു അവരെ തമ്മിൽ ജീവിപ്പിച്ച് ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇത് അമൃതാജിന്നി ഭർത്താവിനോട് പറഞ്ഞ് ഒരു സ്ഥലത്ത് ഒരു കാര്യത്തിന് പറഞ്ഞു വിട്ടു. എന്നിട്ട് ഭാര്യനോട് അനാവശ്യമായ കാര്യങ്ങൾ ഓതിക്കൊടുത്തിട്ട് വേറൊരു സാക്ഷിനെ ഉണ്ടാക്കി. അവസാനം ഭർത്താവ് വന്നപ്പോൾ ഭർത്താവ് ഭാര്യനോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ എന്തു പറ്റി? പിന്നീട് പറഞ്ഞാൽ വിശ്വസിക്കാത്ത പരുവത്തിലായി. ഇവരും കൈവിട്ട് കളഞ്ഞു. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ ഞാൻ പറയാം. അത് ഞാൻ പറയാത്തതെന്ന് പറഞ്ഞാൽ അത് പറയാൻ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ബാക്കി കൂടി ഒന്ന് കേൾക്കാം. പക്ഷേ ഈ വ്യക്തി ഇത്രയും ആധ്യാത്മികമായ നല്ല കാര്യങ്ങളൊക്കെ സംസാരിച്ച സ്ഥിതിക്ക് ഞാൻ ആ സംസാരിച്ച കാര്യത്തിൽ എൻ്റെ ഉദ്ദേശം അങ്ങനെ ആയിരുന്നില്ല എന്ന് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാവുന്നതാണ്. ഞാൻ അങ്ങനെ ഒരു ദുരുദ്ദേശത്തിൽ സംസാരിക്കുന്ന വ്യക്തിയല്ല. പക്ഷേ ഈ ചന്ദ്രബാബു പറയുന്നത് പോലെ തന്നെ അതിനെ എന്തിനിങ്ങനെ വളച്ചൊടിച്ച് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു?
അത് വേണ്ടായിരുന്നു. അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറയാൻ തയ്യാറാണ്. ഞാൻ കേട്ടില്ലേ, അവരും വളച്ചൊടിച്ചെന്നാണ് പറയുന്നത്. ആ ആത്മബന്ധുവിൻ്റെ വളരെ സഭ്യമായ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഈ ശ്രീകുട്ടിയുടെയും ശ്രീമതി ആൻ്റിയുടെയും വീഡിയോ കണ്ടിട്ടുള്ള ഏതൊരാൾക്കും മനസ്സിലാകുന്നത് പോലെ തന്നെയാണ് ആ ആത്മബന്ധുവിന് മനസ്സിലായത്. അപ്പോൾ വളരെ കൃത്യമായിട്ടും നല്ല സ്പഷ്ടമായിട്ടും ഗുരുവിൻ്റെ ആശയത്തിൽ നിന്ന്, കാരണം വെച്ചാൽ എന്താണെന്നറിയോ, ശ്രീകുട്ടിക്ക് പുസ്തകജ്ഞാനത്തിലുള്ളയും പിന്നെ അവിടെ ഇവിടെ എത്തി നോക്കിയുള്ള പരിചയം മാത്രമേ ഉള്ളൂ. എല്ലാ ആശ്രമങ്ങളുടെയും വാതിക്കെ പോയി നോക്കി കുറച്ച് അറിവുകൾ കിട്ടിയിട്ടുണ്ട്. അത് തന്നെയല്ല പുസ്തകത്തിൽ പാണ്ഡിത്യത്തിൽ ഓരോരുത്തർ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിൽ നിന്നുള്ള അറിവുകളാണ്. മറ്റതല്ല, ഗുരുവിൻ്റെ ഗുരുവാണികൾ ശ്രവിച്ച് ആ ഗുരുവാണികളിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു കൂട്ടം ആൾക്കാർ എന്ന് വെച്ചാൽ നമ്മുടെ കൂടെയുള്ള ഉത്തമ ഭക്തരും ശിഷ്യരുമായ ഗുരുവിൻ്റെ ഉത്തമ ഭക്തരും ശിഷ്യരുമായ ആൾക്കാർ നിരന്തരം ഗുരുവാണികൾ കേട്ടിട്ട് അതെല്ലാം പുസ്തക രൂപത്തിലാക്കാൻ വേണ്ടി ഒരു സ്പെല്ലിങ് പോലും തെറ്റാതെ, ഒരു വാക്കോ ഒരു വരിയോ ഒന്നും ഒരു അക്ഷരം പോലും തെറ്റാതെ പകർത്തി എഴുതുമ്പോൾ അത് അവരുടെ ഹൃദയത്തിലാണ് പതിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഗുരു എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഒരു പുസ്തകജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല. ഗുരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് ശ്രമിച്ചിട്ടാണ് അതെല്ലാം എഴുതുന്നത്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം എന്നിട്ട് ആ വരികൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നറിയാൻ വേണ്ടി യൂട്യൂബിൻ്റെ QR കോഡ് വരെ അതിൽ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ അത് സ്കാൻ ചെയ്ത് ഏതൊരു വ്യക്തിക്കും, എന്ന് വെച്ചാൽ ഗുരുവാണി വോളിയം 1 ആയാലും ഗുരുവാണി വോളിയം 2 ആയാലും ഇനി 3, 4, 5 അങ്ങനെ ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇതൊക്കെ കണ്ടിട്ട് അതിലൊക്കെ വിരളി പൂണ്ടാണ് ഇവർ ഇതിനെതിരെ ഇങ്ങനെ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താ പറയുക, വിശ്വാസമുഖം അംഗീകരിക്കുന്നു, മുഖവിലക്കെടുക്കുന്നു. അത് കണ്ടപ്പോഴാണ് ഈ ആശ്രമ സംവിധാനത്തിന് വിരളി പിടിച്ചത്. കാരണം ഇവരുദ്ദേശിക്കുന്ന പോലെ ഫണ്ട് വരുന്നില്ല, ആൾക്കാരെ പറ്റിക്കാൻ പറ്റുന്നില്ല, ഇവന്മാർക്ക് ലാവിഷായിട്ട് നടക്കാൻ പറ്റുന്നില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മളിത് പറയുന്നത് കാരണം ഗുരുരത്നൻ്റെ പല പ്രവർത്തനങ്ങളും അവന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നേക്കും. മനസ്സിലായോ? ഇല്ലീഗലായിട്ടുള്ള പല പരിപാടികളും പല കാര്യങ്ങളും അവന് പരിമിതപ്പെട്ടു പോയി. കാരണം അന്വേഷണ ഏജൻസികളായാലും കൊള്ളാം, അതുപോലെ തന്നെ വിശ്വാസമൂഹമായാലും കൊള്ളാം, ഓരോ നീക്കങ്ങളും. കാരണം പത്മപ്രകാശ സ്വാമി സ്നേഹയുടെ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ ആ വോയിസൊക്കെ വന്നപ്പോൾ തന്നെ ഒരുപാട് സ്ത്രീ വിഷയങ്ങളുടെ ഇയാളുമായിട്ട് ബന്ധപ്പെടുത്തി വന്ന് ഇയാൾക്കെതിരെ പോലീസ് കേസുകളൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരുപാട് എന്താ പറയുക പ്രതിസന്ധിയിലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. അപ്പോൾ അതിന് ഇതേപോലെ ആൾക്കാരെ ഇറക്കിയിട്ട് വെളുപ്പിക്കുകയാണ്. അദ്ദേഹം ആണെങ്കിലാണ് എന്താ പറയുക, അദ്ദേഹം റീൽ സ്വാമി എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ. കാരണം എന്താണ്, ഒരുപാട് പ്രേമത്തിനെക്കുറിച്ചും പിന്നെ എന്താ പറയുക ഇങ്ങനെ ഒരുമാതിരി കോമാളിയായിട്ട് അഭിനയിച്ചടക്കി മഞ്ഞ വേഷം ഇട്ടുണ്ട്. മനസ്സിലായ? ആ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാനിതൊരു ഇതിനു വേണ്ടി എടുത്തിട്ടാണ്, എനിക്കൊരു പ്രിവിലേജ് കിട്ടാൻ വേണ്ടി. പണ്ട് ആശ്രമത്തിൽ ആശ്രമത്തിൽ നിന്ന് സന്യാസിമാർ നാട്ടുകളിൽ വരുമ്പോൾ ആൾക്കാർ ഭയഭക്തി ബഹുമാനത്തോട് തൊഴുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം അത്രേ കണ്ടുള്ളത്. മനസ്സിലായി? ഇവർക്കെന്ന് പറഞ്ഞാൽ ഈ അമൃതാജിന്യ എന്ന് പറഞ്ഞവർ ഈ അവസ്ഥാ പൂർത്തീകരണ നാടകത്തിലൂടെ എന്ന് പറഞ്ഞാൽ ഇവനെ പോലത്തെ ഒരു ഗുണ്ടേനെ വേണം. ഗുണ്ടെന്ന് വെച്ചാൽ ആത്മീയ ഗുണ്ട എന്ന് വെച്ചാൽ ഇവൻ വെട്ടി നിർത്തേണ്ടവനെയൊക്കെ ഇവൻ വെട്ടി നിർത്തും. അത് അവരുടെ അടുത്തേലും പറയും അത് വേണ്ടവർ പിടിച്ചു നിന്നോ അല്ലാത്തവർ തെറിച്ചു പോകുമെന്ന് പറയും. മനസ്സിലായ? ഞാൻ കേട്ടിട്ടുള്ളതാണ് പണ്ട് പറയുന്നത്. പക്ഷെ അതെങ്ങനെയാണ് എന്നുള്ളത് അവിടെ സെക്യൂരിറ്റി മാനേജായപ്പോൾ എനിക്ക് എല്ലാ സംവിധാനവും മനസ്സിലായി. ഇതൊക്കെ ഒരു ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണെന്നുള്ളത്. ഗുരു കൊണ്ടുവന്ന കാര്യങ്ങളെയൊക്കെ മാറ്റി വെച്ചിട്ട് അന്ന് നിന്ന ആൾക്കാരെയൊക്കെ തഴയപ്പിടിച്ചിട്ട്, കാരണം വെച്ചാൽ അവർക്ക് ഗുരുവും എന്താ പറയുക ഇവരും തമ്മിലുള്ള പ്രവർത്തനം, ഗുരു ചെയ്തിരുന്ന പ്രവർത്തനവും ഇവർ ചെയ്തിരുന്ന പ്രവർത്തനം ശരി തെറ്റുകൾ മനസ്സിലാവും. അതേസമയത്ത് പുതിയ ആൾക്കാർ വരുമ്പോൾ ഇവരെ ഗുരുവായിട്ട് അംഗീകരിക്കും, ഇവർ പറയണത് ശരിയെന്ന് വിശ്വസിക്കും. അതാണ് സംഭവം. അപ്പോൾ വാക്കുകൂടി കേൾക്കാം. ഇപ്പൊ നിങ്ങൾ പിന്നെ കാലാന്തര ഗുരുവിന്റെയും അല്ലെങ്കിൽ പിന്നെ യുഗധർമ്മത്തിന്റെ രീതി അല്ലെങ്കിൽ ത്രിമൂർത്തി സമ്പ്രദായം അല്ലെങ്കിൽ എത്ര ഗുരുക്കന്മാരുണ്ടാവും, അവരുടെ കാലഗണന, പിന്നെ ഗുരുവിന്റെ മഹിമ, ഇതെല്ലാം പറയുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. നമ്മൾ ആശ്രമ സ്വഭാവത്തിൽ നമ്മൾ ഗുരുവാണികളിൽ നിന്നും മറ്റ് പുസ്തകങ്ങളിൽ നിന്നും ഒക്കെ സ്ഥിരമായിട്ട് നമ്മളെല്ലാവരും നിങ്ങളെപ്പോലെ തന്നെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. നമ്മളത് വായിച്ചിട്ടില്ല എന്ന് നിങ്ങൾ കരുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞില്ലേ, ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, നമ്മൾ അറിയാവുന്നതാണ്. എന്ന് വെച്ചാൽ നമുക്കെല്ലാം അറിയാം, ഗുരുവാണിയിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവർ ഗുരുവാണി കേട്ടിട്ടുണ്ട്, മറ്റുള്ള ലോകത്തിലേക്ക് അത് കൊടുക്കണ്ട എന്നുള്ളതാണ് ഇവരുടെ തിയറി. മനസ്സിലായ? കാരണം ഇവർക്കറിയാം പണ്ടത്തെ ആ ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു തട്ടിപ്പ്. പണ്ട് ബ്രാഹ്മണന്മാർ ബ്രഹ്മജ്ഞാനം മറ്റുള്ളവരിലേക്ക് പകർന്നില്ല.
ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഒരു ജാതിയല്ലെന്ന് ഗുരു പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാനം ലഭിക്കുന്നത് ആരോ അവനാണ് ബ്രാഹ്മണൻ എന്നാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ബ്രാഹ്മണൻ എന്ന് പറയുന്നൊരു വിഭാഗം ഈ ബ്രഹ്മജ്ഞാനം താഴെത്തട്ടിലേക്ക് കൊടുത്തില്ല. അത് ഒരുപാട് ഗുരുവാണികളിൽ ഗുരു അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞതുപോലെ ഇവർക്കെല്ലാം അറിയാം, പക്ഷേ ഇവർക്കറിയാവുന്ന കാര്യങ്ങൾ ഇവർ വളച്ചൊടിച്ച് ഗുരുവിൻ്റെ ആശയത്തെ, ഗുരു പറഞ്ഞിരിക്കുന്ന ഗുരുവാണികളിലുള്ള കാര്യങ്ങളെ വളച്ചൊടിച്ച് ഇവരുടെ ഇഷ്ടത്തിലേക്ക് കൊണ്ടുപോയിക്കണം. മനസ്സിലായി? ആർക്ക് വേണ്ടി? ഈ അമൃതാചന്യക്കും ഗുരുരത്നസ്വാമിക്ക് എന്ന് പറയുന്ന അയാൾക്കും വേണ്ടി. എന്നുവെച്ചാൽ ഇവരെയൊക്കെ നമ്മൾ ഈ അമൃതാചന്യ ഗുരുരത്നസ്വാമി എന്ന് വിളിക്കണമെന്ന് പറഞ്ഞാൽ ശിഷ്യപരാജിതയെന്നും ഗുരുനിന്ദകനെന്നും വേണം വിളിക്കാൻ വരാം. പക്ഷേ നമ്മൾ അത് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഇവരെ പേരുപയോഗിക്കുന്നത്. ആ പേരിൻ്റെ മഹത്വത്തിന് പോലും ഇവർ അർഹരല്ല യഥാർത്ഥത്തിൽ. അപ്പോൾ എന്താ പറയുക, ഇവർക്കെല്ലാം അറിയാം, മറ്റുള്ളവരിലേക്ക് അത് കിട്ടരുത്. അതുകൊണ്ടാണ് ഗുരുവാണികളൊന്നും കേൾക്കരുതെന്ന് പറയുന്നത്. ഗുരുവിൻ്റെ ശബ്ദം കേട്ടാൽ ഭ്രാന്ത് പിടിക്കുമെന്നാണ് ഇവർ പറയുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ അത് വിശ്വസിക്കാനായിട്ടൊരു മൂഢസമൂഹം വേറെ ഉണ്ട്. അപ്പം നമുക്ക് അടുത്തൊന്ന് കേൾക്കാം. അപ്പം നമ്മളും ഇതെല്ലാം വായിച്ചിട്ടുള്ളതാണ്. അപ്പം നമുക്ക് രണ്ടുപേർക്കും മാനസികമായിട്ട് ഈ കാര്യം മനസ്സിലായി. നമുക്ക് രണ്ടു കൂട്ടർക്കും അപ്പം ഇതാണ്, നിങ്ങൾ ഇത്തിരി സമാധാനമായിട്ട് ഇത് കേൾക്കണം. വെറുതെ ഇങ്ങനെ തർക്കിക്കാതെ സമാധാനമായിട്ട് പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കണം. സത്യം പറഞ്ഞാൽ ഇവനോട് ആരെങ്കിലും തർക്കിക്കാൻ പോയ ഇവൻ പറയുന്ന പൊട്ടത്തരം അതങ്ങനെ അല്ലെന്ന് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ തർക്കിക്കാൻ പോയിട്ട് ഇവനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമൊന്നും നമ്മൾക്കില്ല, നമ്മൾക്കെന്നല്ല ആർക്കും ഇല്ല. കാരണം വെച്ചാൽ ഈ അഹങ്കാരത്തിൻ്റെ മൂർത്തിമ ഭാവമാണ്. എനിക്കെല്ലാം അറിയാം, ഞാനാണ് എല്ലാത്തിൻ്റെ അങ്ങേറ്റത്തെ അപ്പോസ്റ്റലൻ എന്ന് പറഞ്ഞ് നിൽക്കുന്നവനോട് എന്ത് പറയാനാണ്? അത് കേട്ട് ഏറാമൂളിയായിട്ട് നിൽക്കുന്ന ഒരു ശ്രീമതി ആൻറ്റി, അവൻ എന്ത് പറയുന്നു അത് ശരി. അത് നാളെ പകലാണെന്ന് പറഞ്ഞാൽ പകൽ, രാത്രിയാണെന്ന് പറഞ്ഞാൽ രാത്രി, എന്ത് പറഞ്ഞാലും സ്വയബുദ്ധി ഇല്ലാതെ അപ്പാടി വിശ്വസിക്കുന്ന ഒരു ഇത്. അതുകൊണ്ടാണ് അവൻ ആ കുടുംബത്തിൽ നിന്ന് ആ ഭർത്താവിനെ തെറ്റിച്ച് അടർത്തിയെടുത്ത് സ്വന്തം ഭാര്യയാക്കാൻ കഴിഞ്ഞത്. അതിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ അടുത്തൊന്ന് കേൾക്കാം. ഇപ്പം നിങ്ങൾ വായിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലായി, എനിക്കും മനസ്സിലായി. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യണം? ഇപ്പം ചന്ദ്രബാബു ചെയ്യുന്ന പോലെ ഞാനും ആശ്രമത്തെ ഇങ്ങനെ അധിക്ഷേപിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കണോ? നിങ്ങൾക്കും മനസ്സിലായി, എനിക്കും മനസ്സിലായി. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? എന്ത് മനസ്സിലായെന്ന്? ഇതിൻ്റെ അപജയത്തെക്കുറിച്ച് അവനും മനസ്സിലായി, നിങ്ങൾക്കും മനസ്സിലായി. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ആശ്രമത്തിൽ ചന്ദ്രബാബു ചെയ്യും പോലെ അധിക്ഷേപിക്കാൻ ഇറങ്ങിത്തിരിക്കണം. ചന്ദ്രബാബു എന്ന് തൊട്ടാണ് അധിക്ഷേപിക്കാൻ തുടങ്ങിയത്? നമ്മൾ ആദ്യം ഇവരെ പറഞ്ഞ് നന്നാക്കാൻ നോക്കി. ആരാ? ഈ അമൃതാചന്യനെയും ഗുരുരത്നെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പരിമിതിക്ക് നിന്നുകൊണ്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവരെന്ത് ചെയ്ത്? അവരത് മൈൻഡ് ചെയ്തില്ല. നേരെ എന്ത് ചെയ്തു? നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് വേറൊരു സംഘടന ഉണ്ടാക്കി നമ്മൾ നമ്മുടെ വഴിക്ക് ഗുരുവിൻ്റെ പേരും ഗുരുവിൻ്റെ ആ പ്രസ്ഥാനത്തിൻ്റെ പേരും നമ്മളൊന്ന് ഉപയോഗിക്കാം. നമുക്കതിലേ പറ്റുള്ളൂ. കാരണം നമ്മളൊരു വിശ്വാസത്തിലല്ലേ നിൽക്കുന്നത്, അല്ലാതെ ഇവിടുത്തെ ഒരു ജോലിക്കാരനായിട്ട് വന്നതല്ലല്ലോ. ഗുരുവിൻ്റെ കുടുംബാംഗം ആയതുകൊണ്ട് എനിക്കും ഇവിടെ വിട്ടുപോകാൻ പറ്റത്തില്ല. ഒരുപാട് ഗുരുവിനെ അറിഞ്ഞ ഗുരുവിൻ്റെ ബ്രഹ്മശ്രീ കരുണാഗുരുവിൻ്റെ ഭക്തർക്കും വിട്ടുപോകാൻ പറ്റത്തില്ല. കാരണം ഗുരു പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ആശയത്തിൽ അടിയുറച്ച് നിൽക്കണം. അപ്പോൾ എന്ത് ചെയ്ത്? നമ്മളൊരു സംഘടന, ശാന്തിഗിരി നവജ്യോതിശ്രീ കരുണാകര ഗുരു ചാരിറ്റബിൾ സൊസൈറ്റി എന്നൊരു സംഘടന 2016 രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് ഗുരുവിൻ്റെ ആശയത്തെ പ്രചരിപ്പിക്കാൻ നോക്കി. അപ്പോൾ ഇവരെന്ത് ചെയ്ത്? വേറൊരു പോക്സോ കേസ് കുടുക്കിയിട്ട് അതിൻ്റെ പേര് വെച്ചിട്ട് എന്ത് ചെയ്ത്? നമ്മൾ തുടങ്ങാൻ പോയ ഒരു മെഡിക്കൽ ക്യാമ്പിന് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊണ്ട് കേസ് കൊടുത്ത് ആകെ ഇല്ലാതെയാക്കി ആ സംഘടനയെ നശിപ്പിക്കാൻ ശ്രമിച്ചു. മനസ്സിലായോ? ഈ ബ്രഹ്മശ്രീ കരുണാകര ഗുരു ഇവർക്ക് മാത്രം സ്വന്തമാണ്. ശാന്തിരി എന്ന് പേരുപയോഗിക്കുന്നത് ഇവർക്ക് മാത്രം സ്വന്തമാണ്. ട്രേഡ് മാർക്ക് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അധികാരികൾ ഇവരാണെന്ന് ഇതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. മനസ്സിലായില്ലേ? ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ ഇവരെങ്ങനെ ഈ അധികാരം ഇവർക്ക് കിട്ടിയെന്ന് നാളിതുവരെ ഇവർക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവരെങ്ങനെയാണ് ഇവർ അധികാരികളാകുന്നത്? അതിൻ്റെ യഥാർത്ഥ പ്രൊസീജിയർ അനുസരിച്ച് അവകാശം കിട്ടണ്ടേ? അപ്പോൾ എന്താ പറയുക, ഇല്ലാത്ത ദർശനങ്ങൾ കപടമായിട്ട് പറഞ്ഞ് ഇവർ തന്നെ ഒരുപാട് കാര്യങ്ങൾ എഴുതി ഉണ്ടാക്കി ഇവർ തന്നെ ആ ബയലോനെ നശിപ്പിക്കാൻ, ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് നശിപ്പിക്കാനായിട്ട് ഇവർ അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ രേഖകളെല്ലാം നശിച്ചു പോയെന്നുള്ളതാണ് ഈ നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ പറയുന്ന ജില്ലാ രജിസ്ട്രാർ സത്യവാങ്മൂലം കൊടുത്തേക്കുന്നത്. കാരണം ബയലോകൾ ഇവിടെ നിന്ന് ഞാൻ വിവരാവകാശം വഴി ചോദിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു.
ആ കേസ് ഫയൽ ചെയ്തതിന് പ്രകാരം എന്ന് പറഞ്ഞാൽ ജില്ലാ ആ കേസ് ഇപ്പോഴും നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ. അപ്പോൾ അവിടെ കൊടുത്തേക്കുന്ന സത്യവാങ്മൂലത്തിൽ ജില്ലാ രജിസ്ട്രാർ പറയുന്നത് ഇവിടുത്തെ ഇരുന്ന രേഖകളൊക്കെ നശിച്ചു പോയെന്ന്. അപ്പോൾ നശിച്ചു പോയ രേഖകളുടെ ഇടക്ക് ഇവർക്ക് എങ്ങനെ അധികാരം കിട്ടി? 2000 കോടിയോളം ആസ്തിയുള്ള പ്രസ്ഥാനമാണ് ബ്രഹ്മശ്രീ കരുണാകരൻ്റെ ശാന്തി രാഷ്ട്രമം. അപ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ രേഖകൾ ലാഘവബുദ്ധിയോടെ നശിച്ചു പോയെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണത് നിയമത്തിന് അധിഷ്ഠിതമായിട്ട് ഇവർക്ക് അധികാരപ്പെട്ടതായിട്ട് കിട്ടുന്നത്? അത് തെളിയിക്കണ്ടേ? അപ്പോൾ അങ്ങനെ പോയപ്പോൾ അതും എന്താ പറയുക വിലങ്ങ് തടിയായി. അവിടെയും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം, DGPക്ക് ആ സംഘടന എന്ന് വെച്ചാൽ ആ സംഘടന റദ്ദ് ചെയ്യണമെന്നും പറഞ്ഞ് DGPക്കും SP-ക്കും കൊടുത്ത പരാതിയുടെ എന്നിട്ട് ആ പരാതിയെ DGP കൊടുത്ത പരാതിയെ ഇദ്ദേഹം എന്ത് ചെയ്ത്? ഇദ്ദേഹം എല്ലാ സ്ഥാപനത്തിലും മെയിലഴിച്ച് ഞാൻ ഇന്ന പോലെ ചന്ദ്രബാബുവിനെതിരെ പരാതി കൊടുത്തു, അവനെ എല്ലാ വിധത്തിലും ഞാൻ പൂട്ടും. ആ പരാതിയുടെ കോപ്പി നിങ്ങൾക്ക് ഇവിടെ കാണാം. മനസ്സിലായോ? വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും ആ പരാതിയിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന്. എന്ന് വെച്ചാൽ കുടുംബാംഗമായ ഞാൻ അതിലൊരു പോക്സോ കേസിൽ പ്രതിയാണ്. എൻ്റെ സകല ചരിത്രവും പറഞ്ഞിട്ടുണ്ട്. ഗുരുവിൻ്റെ ബന്ധുത്വം പറഞ്ഞിട്ടില്ല. ഏതോ ഒരു സെക്യൂരിറ്റി മാനേജറായിട്ട് ഇവിടെ വന്ന് ഇന്നിടത്തൻ ഒരു വ്യാജ സംഘടന ഉണ്ടാക്കി പണം പിരിച്ച് എന്തോ പരിപാടി നടത്താൻ പോകണം. മന്ത്രിമാരെയൊക്കെ സംഘടിപ്പിച്ച് ഈ ശാന്തിഗിരി ആശ്രമം ചെയ്യുന്ന സമാന രീതിയിലുള്ള ഒരു പരിപാടി ചെയ്യാൻ പോകണം. ഇവർ ചെയ്യുന്ന പോലെയുള്ള ലോകനന്മയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തുകൂടെ? അപ്പം അതുകൂടാതെ തന്നെ പോക്സോ കേസ് കൊടുത്തിട്ട് ആ പോക്സോ കേസിൽ FIR-ഉം അതിൻ്റെ കോപ്പിയും പെൺകൊച്ചിൻ്റെ പിന്നെ മൊഴിപ്പകർപ്പ് എല്ലാം പലർക്കും അയച്ചു കൊടുത്തു. പോക്സോ ആക്ട് പ്രകാരം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു രേഖ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാനോ ഒന്നും പാടില്ല. പ്രത്യേകിച്ച് FIR-ഓ സർക്കാർ സൈറ്റുകളിൽ പോലും FIR ഇടത്തില്ല. മനസ്സിലായോ? അതുകൂടാതെ ആ കൊച്ചിൻ്റെ പിന്നെ എന്താ മൊഴിപ്പകർപ്പ്, ആ മൊഴിപ്പകർപ്പ് അതും അയച്ചു കൊടുത്തത് എങ്ങനെയാണ്? പലർക്കും ഈ ലോ ഡിപ്പാർട്ട്മെൻറ്റിലെ മുരളി ശ്രീധർ സാറിൻ്റെ ഒപ്പിട്ട് സീല് വെച്ച് കൊടുത്തേക്കുന്നു. മനസ്സിലായ? അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞാനിപ്പോൾ പറഞ്ഞു പോയെന്നുള്ളൂ, ബാക്കി നമുക്ക് കേൾക്കാം. അതുപോലെ പ്രവർത്തിക്കണം. ഇപ്പൊ ചന്ദ്രബാബു കഴിഞ്ഞ ദിവസം ഇട്ട ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയുകയുണ്ടായി, ഗുരു പിന്നെ ഒരു പുതിയ ആശയമായിട്ടൊക്കെയാണ്, കരുണാകര ഗുരു ഒരു പുതിയ ആശയമായിട്ടൊക്കെയാണ് വന്നത്, പക്ഷേ പരാജയപ്പെട്ടു പോയി എന്ന് അദ്ദേഹം പറയുന്നു. സത്യത്തിൽ അതെൻ്റെ അഭിപ്രായം മാത്രമാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പരാജയപ്പെട്ടു പോയെന്ന് ഞാൻ 2020 എന്താ പറയുക കളക്ടറുടെ ഓഫീസിൽ കൊടുത്ത സാമൂഹ്യ സുരക്ഷ ഇതിൻ്റെ ഒരു വകുപ്പിൻ്റെ കീഴിൽ അവരും എൻ്റെ അച്ഛൻ്റെ മൊഴിയെടുക്കാൻ അച്ഛൻ കൊടുത്തൊരു പരാതിയിൽ അച്ഛൻ്റെ വസ്തു അമൃതാജൻ്റെ പറ്റിച്ച് മേടിച്ച് വേറെ വീടൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച് മേടിച്ചതിന് ആസ്പദമാക്കി വന്ന അതിനല്ല മോന എന്ന് വെച്ചാൽ അച്ഛൻ്റെ രണ്ടാമത്തെ മോന, അതായത് എൻ്റെ അനിയനാണ്, വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് അപകടപ്പെടുത്തിയായിട്ട് അച്ഛന് ഉറപ്പായി മനസ്സിലായെന്നുള്ള രീതിയിലാണ് അച്ഛൻ കൊടുത്തത്. അപ്പോൾ ആ പരാതിയുടെ അന്വേഷണത്തിൽ വന്നപ്പോൾ ഞാൻ അവരോട് സംസാരിക്കുന്ന വേളയിലാണത് പറഞ്ഞത്. അത് എൻ്റെ മാത്രം അഭിപ്രായമായിട്ടല്ല ഞാൻ പറഞ്ഞത്. ഗുരു അങ്ങനെ കൊണ്ടുവന്നൊരു ആശയം കുറേ എന്താ പറയുക കൊള്ളിയില്ലാത്ത ആൾക്കാർ കയറിയിരുന്ന് അതിനെ നശിപ്പിച്ച്, ആ സമയത്ത് ഈ ഒരു സംവിധാനമോ ഇങ്ങനൊരു സംഘടനയോ ഇത്രയും ഗുരുവിൻ്റെ ഭക്തരോ ഇതൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ ആ 2020 എനിക്ക് തോന്നിയ ആ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ പറഞ്ഞതാണ്. ഞാൻ നോക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ പിന്നെ കുറച്ച് ആൾക്കാർ, വളരെ തുച്ഛമായ ആൾക്കാരെ അന്നുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അതും മനസ്സിലായ കാര്യം എന്താണ്? ജന്മഗൃഹം പൊളിക്കാൻ പോയപ്പോൾ ഈ പർണശാല പൊളിച്ചതുപോലെ ജന്മഗൃഹവും പൊളിക്കാൻ പോയി, ആൾക്കാരെ പറ്റിച്ചുണ്ട്. അപ്പോൾ അതിനെതിരെ പൊളിക്കാതിരിക്കാനായിട്ട്, കാരണം ഗുരു നമ്മളോട് എഴുതി മേടിച്ചത് ഗുരുവിൻ്റെ പേരിൽ ഇപ്പോഴും നിലനിൽക്കുന്നതായ ആ വസ്തു അതൊരിക്കലും പൊളിക്കാതെ എക്കാലത്തും നിലനിൽക്കണമെന്നും പറഞ്ഞാണ് ഗുരു എഴുതി മേടിച്ചത്. അത് ഇവരടിയോ മാന്തി വേറെ എന്തോ വലിയൊരു കെട്ടിടം എന്ന് വെച്ചാൽ നാളൊരു തലമുറ വരുമ്പോൾ ഇതല്ല ഗുരുവിൻ്റെ വീട് അല്ലെങ്കിൽ ഗുരുവിൻ്റെ ജന്മഗൃഹം, ആ വലിയ ബിൽഡിംഗ് ആണെന്ന് തോന്നത്തക്ക രീതിയിൽ ആക്കി തീർക്കാൻ വേണ്ടിയുള്ള ഒരു വ്യഗ്രത. പർണശാല പൊളിച്ചപ്പോഴും എല്ലാത്തിൻ്റെ പുറകിലൊരു കുടില തന്ത്രമുണ്ട്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ചരിത്രത്തെ സ്മരണയിൽ ഇല്ലാതാക്കുക. രണ്ടാമെന്ന് പറഞ്ഞാൽ ആ വിഷമത്തിൽ നിന്ന് പണം പിരിച്ച് ഇവരുടെ സുഖലോലുപതയ്ക്ക് ഉപയോഗിക്കുക. മനസ്സിലായ? അതാണ് ഈ രണ്ട് വിഷയമാണ് ഈ ജന്മഗൃഹത്തിൻ്റെ കേസ് കൊടുക്കേണ്ടി വന്നത്. അന്ന് കുറച്ച് പരിമിതമായ ആൾക്കാർ അവരുടെ സഹായത്തിലാണ് ആ കേസ് ഫയൽ ചെയ്തത്. മനസ്സിലായില്ലേ? ആ കേസ് ഫയൽ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളുടെ അവകാശം സ്ഥാപിക്കാനല്ല. അവകാശം സ്ഥാപിക്കാനാണെങ്കിൽ ഇത്രയും 52 വയസ്സ് വരെ ഞാൻ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഗുരുദേഹവിയോഗം ചെയ്തിട്ട് 26 വർഷമായി ഇല്ലേ?
അപ്പോൾ എത്രയോ നാളുണ്ടായിരുന്നു, 26-27 വർഷമായി. അപ്പോൾ എത്രയോ നാളുണ്ടായിരുന്നു ഈ അവകാശവും അധികാരവും ഒക്കെ സ്ഥാപിക്കാനാണെങ്കിൽ. ഇത്രയും ഈ പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു ചീഞ്ഞളിഞ്ഞ അവസ്ഥയിൽ എത്തിക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ എന്താ പറയുക, അന്നത്തെ ആ സമയത്ത് എനിക്ക് തോന്നിയ ഒരു മാനസികാവസ്ഥ, കാരണം ഇതിനെ നിവർത്തിക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങി എന്നെ ഒരുപാട് കേസുകളിൽ ഇവർ കുടുക്കിക്കളഞ്ഞു. പക്ഷേ എല്ലാം എന്താ പറയുക, ഗുരുകാരുണ്യം കൊണ്ട് എല്ലാ കേസുകളും കൃത്യമായിട്ട് വിജയിക്കാൻ പറ്റിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? പല കേസുകളും ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇവർ പ്രതിയായ കേസുകൾ കോടതിയിൽ എത്താൻ പോകുന്നേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞ 18 ലക്ഷം രൂപയുടെ അതുപോലെ ഒരുപാട് ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട്. ഈ അവരെയൊക്കെ ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ശ്രമിക്കുന്നത്. മനസ്സിലാക്കും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇനി ഈ ചതിക്കുഴികളിലേക്ക്, കാരണം ഗുരു എന്ന പ്രകാശം, ആ പ്രകാശത്തെ വെച്ചുകൊണ്ടാണ്, ആ പ്രകാശമാണ് ഗുരു, വെളിച്ചമാണ്, ഇരുട്ടിനെ അകറ്റുന്ന വെളിച്ചം എന്നുള്ളതാണ് ഗുരുവിൻ്റെ അർത്ഥം. ആ പ്രകാശത്തിനെ കാണിച്ചുകൊണ്ട് ഇവർ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു എന്താ പറയുക, ഒരു ഇലക്ട്രിക് മറ്റേത് വെച്ചിട്ടുണ്ട്. ഈ പ്രാണികളൊക്കെ കരിഞ്ഞു പോകുന്ന സാധനമുണ്ട്. ഈ പ്രകാശം കണ്ട് പ്രാണികൾ വരും ആകർഷിച്ചിട്ട്, പ്രകാശത്തിൻ്റെ ആ സൗന്ദര്യവും എല്ലാം ആകർഷിച്ചുകൊണ്ട് വരുമ്പോൾ ഈ പറയുന്ന അമൃതാജിന്നി എന്നൊക്കെ പറയുന്ന ഗുരുരത്നം എന്നൊക്കെ പറയുന്ന ആ ഒരു എന്താ പറയുക, അതിൻ്റെ പേര് മറന്നുപോയി, ആ സാധനം പോലെ എന്ന് വെച്ചാൽ പ്രാണികളെ നശിപ്പിക്കുന്ന ഇലക്ട്രിക് ആ മെഷീൻ, അതുപോലെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഗുരു എന്ന പ്രകാശത്തെ കണ്ടുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ അടുത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ആ നന്മ മനസ്സിലാക്കി വരുമ്പോൾ, ഇവർ അടുത്തെത്തുമ്പോഴത്തേന്ന് പറഞ്ഞാൽ അവരുടെ വസ്തുവകകളും അവരുടെ കുടുംബവും എല്ലാം ചിതലീകരിച്ച്, വസ്തുവകൾ എഴുതി മേടിച്ച്, സ്വത്ത് എഴുതി മേടിച്ച് എല്ലാം അവരെ ചണ്ടിയാക്കിയിട്ട് വലിച്ചെറിയും. മനസ്സിലായ? അപ്പം അങ്ങനെ ഒരു കാര്യം ഇനി നടക്കരുത്. അതിനു വേണ്ടിയാണ് എല്ലാ രീതിയിലുള്ള പ്രവർത്തനം, അതുപോലെ തന്നെ ഗുരുവിൻ്റെ നന്മ ആൾക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനവും നടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം അടുത്ത കേൾക്കും. പക്ഷെ നിങ്ങൾ പറയുന്നു ഗുരുവിനെ വളരെ മഹത്വത്തിൽ തന്നെ നിങ്ങൾ പറയുന്നു. അതിൽ സന്തോഷമുണ്ട്. കാരണം ഗുരു കാലാന്തര ഗുരുവാണെന്നും എന്തിന് ഈ യുഗം മാത്രമല്ല അനേക യുഗങ്ങളിലേക്കുണ്ടെന്ന്. അപ്പോൾ അത് സത്യമാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനു പേടിക്കണം? അതിൽ നിങ്ങൾ അത്രത്തോളം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു പേടിക്കണം? എന്തോ പറയണം, ഗുരു കാലാന്തര ഗുരുവാണെന്ന് എല്ലാവർക്കും അറിയാം, വിശ്വാസ സമൂഹത്തിന് എല്ലാവർക്കും അറിയാം. ആ കാര്യത്തിലൊരു പേടിയുമില്ല. പക്ഷേ അതിനെ ഇല്ലായ്മ ചെയ്യുമ്പോൾ നമ്മളതിനെ ഒരു ശിഷ്യനെന്ന രീതിയിൽ അതിനെ പ്രതിരോധിക്കാതിരുന്നാൽ അതും ഒരു ഗുരുനിന്ദയല്ലേ? അല്ലേ? ഇത്ര നാൾ ഇവർ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ എല്ലാം ഗുരു നോക്കിക്കോളും, എല്ലാം ഗുരു, ആരെന്ത് അപജയത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാലും, ഗുരുരത്നൻ്റെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് ചെന്ന് പറഞ്ഞാലും, ഇയാൾ ഉപദ്രവിക്കാനെ കുറിച്ച് പറഞ്ഞാലും, ഇയാൾ കളവ് നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞാലും, ഇയാൾ പെണ്ണ് പിടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാലും ഈ അമൃതാജിന്നി എന്ത് പറയുമെന്നറിയോ? അത് ഗുരു നോക്കിക്കോളും, അത് ഗുരു നോക്കിക്കോളും. ബാക്കിയുള്ളവൻ്റെ ചെറിയ കുഴപ്പമുണ്ടെങ്കിൽ അവനെ വലിച്ചു കീറി ഒട്ടിച്ചവർ എന്താ പറയുക, ഇതിനെതിരെ സംസാരിക്കുന്ന പലരെയും എന്ന് വെച്ചാൽ ഈ അമൃതാജിന്നി പറയാണ് ആളെ വിട്ടടിപ്പിക്കുമെന്ന്. നമ്മളൊക്കെ നിൽക്കുമ്പോൾ, നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ നിൽക്കുമ്പോഴാണ് ഇവരിത് പറയുന്നത്. അപ്പോൾ പോലും അവർക്ക് ചിന്തയില്ല ഇതൊക്കെ കേൾക്കുന്നവരെന്ത് വിചാരിക്കും എന്നുള്ളത്. ഗുരു ഒരിക്കലും പറയാത്ത കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. തനിയൊരു എന്താ പറയുക, ഗുണ്ടാ നേതാവിൻ്റെ സ്റ്റൈലാണ് അവർ പ്രവർത്തിച്ചതിൻ്റെ വെച്ച്. എന്തുകൊണ്ടാണ്? അവർക്ക് ഈ അധികാരവും ഈ പദവിയും അതുപോലെ തന്നെ ലോക നേതാക്കന്മാരല്ല, ഈ രാജ്യത്തിൻ്റെ പല സ്ഥലത്തു നിന്നുള്ള നേതാക്കന്മാരെയൊക്കെ പൈസ കൊടുത്ത് വിളിച്ചു വരുത്തിയിട്ട് അവരെയൊക്കെ കൊണ്ടുവന്ന് തൊഴിയിപ്പിക്കുമ്പോൾ ഇവർ വിചാരിച്ച് ഇവരാണ് ഇതിൻ്റെ അങ്ങേത്തലത്ത് ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കണമെന്നാണ്. അങ്ങനെ വന്നൊരു അഹങ്കാരത്തിൽ നിന്ന് ഇവർക്ക് എന്തും പറയാം, എന്തും ചെയ്യാം, ആരെയും ഉപദ്രവിക്കാം, കൊലപാതകം ചെയ്താലും ചോദിക്കാനും ഒരു കുഞ്ഞുമില്ല എന്നുള്ള ദാർഷ്ട്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഘടനയും പ്രവർത്തനങ്ങളും കാര്യങ്ങളും വരുന്നത്. അതിലവർക്ക് അതിയായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ദൈവ നിശ്ചയം പ്രകാരം നടക്കേണ്ട കാര്യങ്ങളാണ്. അത് അതിൻ്റെ വഴിക്ക് നടക്കും. മനസ്സിലായി? അതിന് ശ്രീകുട്ടിക്ക് ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പ്രവർത്തിക്കും, നമുക്ക് നമ്മുടേതായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇവരെ പ്രവർത്തനം നമ്മൾ തടയുന്നില്ലല്ലോ. പക്ഷേ തെറ്റിനെ തെറ്റാണെന്ന് പറയാനും അതിനെ നിയമപരമായിട്ട് നേരിടാനും നമ്മൾ തയ്യാറെടുത്തെന്നല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ എത്തിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ യാതൊരു തർക്കവുമില്ല. അത് ശ്രീകുട്ടി എന്നല്ല, ശ്രീമതി അമ്മായി എന്നല്ല, ആര് വന്നാലും അതിനെ ചെറുക്കാനും തടയിടാനും നമുക്കറിയാം. മനസ്സിലായില്ല? അതുകൊണ്ട് ഇവർ വന്നു കഴിയുമ്പോൾ ഈ ആരാണോ വന്നത് അവരെ നമ്മൾ പറയും. മനസ്സിലായില്ലേ? സത്യവിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ അതങ്ങനെയല്ല, അതിങ്ങനെയാണെന്ന് പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിനെ കണ്ണിക്കാൻ അവർക്ക് പറ്റുമെങ്കിൽ പറ്റട്ടെ. അപ്പോൾ അടുത്ത കേൾക്കാം.
മനുഷ്യരായി ജനിച്ചുപോയ തെറ്റുകുറ്റങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ? അപ്പോൾ എന്ത് കുറവുകളായാലും സംസാരിക്കുന്ന കാര്യത്തിന്റെ ലോജിക്ക്, അല്ലെങ്കിൽ സംസാരിക്കുന്ന കാര്യം എന്താണ്, അയാൾ പറയുന്നതിലും വല്ല കാര്യമുണ്ടോ, ഇതല്ലേ നമ്മൾ അത് കേട്ടിട്ട് നമ്മൾ പരസ്പരം അങ്ങനെ സംസാരിക്കുന്ന, നമ്മൾ പരസ്പരം കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് സംസാരിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ വരുമ്പോൾ നമ്മളെ അധിക്ഷേപിച്ച് കാണിക്കുക, അല്ലെങ്കിൽ നമ്മളെ അധിക്ഷേപിക്കുക, വ്യക്തിപരമായി മോശക്കാരനാക്കുക, ഇങ്ങനെ ഇതൊരു വളരെ ബാലിശ്യമായിട്ടുള്ളൊരു പ്രവണതയാണ്. എന്താണ് ഈ ശ്രീകുട്ടി പറയുന്നത്? കാരണം വെച്ചാൽ ഈ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഇയാൾക്ക് മറുപടിയില്ല. എന്തിനു വേണ്ടിയാണ് ഈ സ്വത്തുക്കൾ പറ്റിച്ചത്? എന്തിനാണ് കള്ളു കച്ചവടത്തിന് പോയത്? എന്തിനാണ് ഈ ഗുരുവെന്ന് പെണ്ണ് പിടിക്കാൻ പോയത്? ഇതൊന്നും ചോദിച്ചാൽ മറുപടിയില്ല. അല്ലാതെ എന്താ കാര്യം ഇവരെക്കുറിച്ച് പറഞ്ഞെന്നു, വ്യക്തിപരമായിട്ട് വ്യക്തിഗത ചെയ്തെന്നു, ഇല്ലാത്ത കാര്യങ്ങളല്ല പറഞ്ഞത്, ഉള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞത്. ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴല്ലേ വ്യക്തിഗത ചെയ്യുന്ന കാര്യമുള്ളൂ. ഉള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് സത്യമല്ലേ പറയുന്നത്. അതിന് ആ രീതിയിൽ മറുപടി പറയണ്ടേ? അല്ലാതെ വ്യക്തിഗത ചെയ്തത് ഈ 3 വർഷമായിട്ട് നമ്മൾ വ്യക്തിഗത ചെയ്ത ആരാണ്? ഈ അടുത്ത കാലത്താണ് ഞാൻ ഇതിന് പ്രതികരിക്കാൻ തുടങ്ങിയത്. അത് മറ്റൊന്നുമല്ല, പ്രതികരിക്കേണ്ടത് അനിവാര്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ്. ഒരുപാട് ആൾക്കാരെ ഇവർ എന്താ പറയുക, വളവളവളാന്ന് പറഞ്ഞ് ഒരു ചെറിയ കാര്യത്തിന് ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് സംസാരിച്ചിട്ട് അതിനെന്തോ സത്യമുണ്ടെന്ന് വരുത്തി തീർക്കും. കള്ളങ്ങളിങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒരു വലിയൊരു കാര്യം പറഞ്ഞു വെച്ച് കഴിയുമ്പോൾ അതിനെന്തോ ഒരു സത്യമുണ്ടെന്ന് തോന്നത്തക്ക രീതിയിൽ ഒരു ഫീൽ വരും. അതിനെതിർക്കേണ്ടത് തന്നെ ചെയ്യും. മനസ്സിലായില്ലേ? അത് നമ്മൾ പറയുന്ന കാര്യത്തെ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ കണ്ടിക്കണം. അല്ലാതെ കള്ളങ്ങൾ പറഞ്ഞല്ല കണ്ടിക്കേണ്ടത്. ഗുരു പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിച്ച് പറയരുത്. ഗുരു പറഞ്ഞ കാര്യങ്ങളിൽ ബുദ്ധി കലർത്തി പറയരുത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. ശ്രീകുട്ടി വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ശ്രീകുട്ടി മാത്രമേ പണ്ഡിതനാണെന്നുള്ളതാണ്. പാണ്ഡിത്യം എന്ന് പറയുന്നത് ശ്രീകുട്ടി ധാരണ എന്ന് വെച്ചാൽ ശ്രീകുട്ടിയൊക്കെ ഹൈ റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാർ, നമ്മളൊക്കെ ലോ റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാർ എന്നുള്ളതാണ്. ആ മനോഭാവം തന്നെ തെറ്റാണ്. എല്ലാവരെയും സമഭാവനയോടെ കാണാൻ ശ്രീകുട്ടിക്ക് അറിയില്ല, അല്ലെങ്കിൽ ശ്രീമതി ആറ്റിക്ക് അറിയില്ല. അത് ഇവരുടെ കുഴപ്പമല്ല. ഇവർ എന്താ പറയുക, ആരെയാണോ ഇപ്പം നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നത് അവരുടെ കുഴപ്പമാണ്. അവരും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അവർ ഈ അത്യുന്നതങ്ങളിൽ നിൽക്കുകയും മറ്റുള്ളവരൊക്കെ അങ്ങ് നീച്ച ജന്മങ്ങളാണെന്ന് കാണുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളാണത്. അത് അങ്ങനെ വരുള്ളൂ. നമ്മൾ എന്തിനെ ആരാധിക്കുന്നു അതിൻ്റെ ഗുണമാണ് നമുക്ക് കിട്ടുന്നത്. അടുത്തത് ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തിന് അങ്ങനെ ചെയ്യിക്കാനായിട്ട് മറ്റുള്ള ഇപ്പം അകത്തും പുറത്തും ഒക്കെ ഇതിന് ആൾക്കാരുണ്ട്. അപ്പം ഇതെല്ലാം എനിക്കറിയാം. അപ്പം അതവർ ചെയ്തോട്ടെ. അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, അവനെ പറഞ്ഞ അവന് പ്രശ്നം, അവന് കുറ്റം. ഞാൻ പറയുന്നു, പറഞ്ഞിട്ടില്ലേ, സത്യങ്ങൾ ഇങ്ങനെ വെളിയിൽ വരും എന്നുവെച്ചാൽ അകത്തും പുറത്തും ഉണ്ടെന്ന്. സത്യമാണ്. ഇപ്പം ഇവരുടെ കൂടെ നിൽക്കുന്ന 90% ആൾക്കാരും ഇവരെ വെറുത്തിട്ട് നിവർത്തിയില്ല നിൽക്കുകയാണ്. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ജോലി നഷ്ടപ്പെടും, കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെടും. കാരണം വെച്ചാൽ എല്ലാവരും മിക്സായിട്ട് നിൽക്കുകയാണ്. കുടുംബത്തിലെല്ലാവരും ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയണത് തന്നെ നമ്മുടെ കുടുംബത്തിലെ പല ആൾക്കാരെയും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവർ അവിടെ ജോലിക്ക് വേണ്ടി ആശ്രയിച്ച് അവർക്കൊന്നും ധൈര്യമില്ലാത്ത ആൾക്കാരുണ്ട്. ഞാൻ എന്ത് ചെയ്യും ഇനി പുറത്തു പോയാൽ? വിശ്വാസം നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ കൂടെ അവരുടെ അടിയാന്മാരായിട്ട് അവർ പറയണ കേട്ട് നിൽക്കേണ്ട, യാചകരെ പോലെ നിൽക്കേണ്ട അവസ്ഥയുള്ള ആൾക്കാരുണ്ട് എന്നും പറഞ്ഞ് എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഫേസ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എന്താ പറയുക, അവരുടെ കൂടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരുപാട് സമൂഹമുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ടുണ്ട്, ഇല്ലെന്ന് പറയില്ല എല്ലാ രീതിയിലും. കാരണം ഇതൊരു വീഴ്ച വന്ന് സംഭവിച്ച് ഇതിനെ ഒരു ഗുരുവിൻ്റെ ഇച്ഛപ്രകാരം മാറാനായിട്ട് ആഗ്രഹിക്കുന്ന 90% ആൾക്കാരും അതിനകത്തുണ്ട്. പുറത്ത് നിൽക്കുന്നവർ മാത്രമല്ല, പക്ഷെ അവർക്കൊന്ന് ഗതികെട്ടിട്ട് അവർ നിൽക്കുകയാണ്. അത് ശ്രീകുട്ടിക്കും അറിയാം, ശ്രീകുട്ടിയുടെ ഈ പറയുന്ന ആരാധിക്കുന്ന വൃന്ദങ്ങൾക്കും അറിയാം, ഈ പറഞ്ഞ ശിഷ്യപരാജിതർക്കും അറിയാം, ഈ ഗുരു എന്ന ആസാമിക്കറിയാം, എല്ലാവർക്കും അറിയാം. ഇവിടത്തേക്ക് നിങ്ങൾ എന്ത് വേണോ പറഞ്ഞോളൂ. ഇപ്പം ഇതേപോലെ നിങ്ങളിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെ ആര് മുഖവിലേക്ക് എടുക്കാനാണ്? ഇതേപോലത്തെ ഈ പരസ്യമായിട്ട് മറ്റുള്ളവരെ എങ്ങനെയായിട്ട് കുറ്റപ്പെടുത്തുന്ന നാറ്റക്കേസ് പറയുന്ന ഒരു മഞ്ഞപ്പത്രം പോലെ ഒരു ചാനലിൽ കുറേ വിവരമില്ലാത്ത ആൾക്കാർ ചേർന്നിരുന്ന്, എന്ന് വെച്ചാൽ ഇത് വിവരമില്ല എന്ന് പറയേണ്ടി വരുന്ന കാര്യം, വിവരമില്ലാത്തവരല്ലേ ഇത്തരം പ്രവൃത്തി ചെയ്യുന്നത്. കേട്ടാ, യഥാർത്ഥ തറ സ്വഭാവൻ്റെ പുറത്തു വന്നു. കാരണം മഞ്ഞപ്പത്രം ഇത് ആര് പ്രതികരിക്കാനാണ്? ഇവരെത്രയോ വീഡിയോ ചെയ്ത് ഇതിനെ ആസ്പദമാക്കി. ഇവർക്ക് വിഷമമില്ലെങ്കിൽ, ഇവർക്കിത് ബുദ്ധിമുട്ടില്ലെങ്കിൽ, ഇതിൽ കള്ളമാണെങ്കിൽ ഇവർക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ടി വരുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഭക്ത സമൂഹം അല്ലെങ്കിൽ ഗുരുപരമ്പര മനസ്സിലാക്കി അവിടെ നിന്നുള്ള ഈ റിയാക്ഷനുകൾ ഇവർക്ക് അത് ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഈ സത്യസന്ധമായ കാര്യങ്ങൾക്ക് എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല എന്നുള്ള പ്രതിസന്ധി ഇവർക്കുണ്ട്.
ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പരമ്പരക്ക് മുമ്പ് ഉത്തരം പറയാൻ പറ്റുന്നില്ല ഇവർക്ക്. ആർക്ക്? ഈ പറയുന്ന ഗുരുരത്ന സ്വാമിക്ക് എന്ന് പറയുന്ന ആ ഗുരുരത്ന ആസാമിക്കും ഈ ശിഷ്യപരാജയത്തൊന്നും മറുപടി പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള ചിലവന്മാരെ ഇറക്കി കളിക്കുന്നു. മനസ്സിലായില്ലേ? എന്നിട്ട് എന്താ പറയുക, മഞ്ഞപ്പത്രം എങ്കിൽ പിന്നെ വിട്ടുകളഞ്ഞൂടെ? വിട്ടുകളഞ്ഞിട്ട് ഇവരെ നന്മ പ്രചരിപ്പിക്കാൻ പാടില്ലേ? എന്തുകൊണ്ട് ഈ മോശം കാര്യങ്ങൾ പുറകെ ഇങ്ങനെ അതിനെ വിളിപ്പിക്കാൻ നടക്കുന്നത്? നന്മ ഉണ്ടെങ്കിലേ പ്രചരിപ്പിക്കാൻ പറ്റുള്ളൂ. ഗുരുവിൻ്റെ നന്മ വെച്ചാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും. കാരണം ഗുരുവിൻ്റെ ക്രെഡിബിലിറ്റിയാണ് ഇവർ ദുരുപയോഗം ചെയ്യുന്നത്. ഗുരുവിൻ്റെ വിശ്വസ്തത, ഗുരുവിൻ്റെ പവിത്രത, ഗുരുവിൻ്റെ നിഷ്കളങ്കത, സ്നേഹം, ഗുരുവിൻ്റെ കാരുണ്യം, ഇതെല്ലാം വിറ്റവർ അല്ലെങ്കിൽ അതെല്ലാം വിറ്റ് ചവിട്ടി അരച്ച് മെതിച്ച് നശിപ്പിക്കുന്ന കാണുമ്പോൾ ആർക്കും, ഗുരുവിനോട് ഭക്തിയുള്ള ആർക്കും വിഷം വരും. അവർ പ്രതികരിക്കും, അവരത് കേൾക്കും, അവരത് മനസ്സിലാക്കും. അതിവർക്കറിയാം. ആ ഭയമാണ് ഇവരെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഈ മഞ്ഞപ്പത്രം, അലവലാദികൾ, വിവരമില്ലാത്തവർ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ വിവരമില്ലായ്മ കാണിച്ചത് ഇവരല്ലേ? ഇവരുടെ ജീവിതത്തിൽ എന്തെല്ലാം വിവരമില്ലായ്മയാണ് കാണിച്ചിരിക്കുന്നത് ഈ അമൃതാചാര്യനിക്കും ഗുരുരത്ന സ്വാമിക്കൊക്കെ വേണ്ടി ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കണല്ലേ? ജീവിതം തന്നെ നശിപ്പിച്ച്. അതുകൂടാതെ എന്താ പറയുക, ഇപ്പം ഈ ഗുരുനിന്ദാപരമായ കാര്യങ്ങൾ കൂടി ഇവർ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം അടുത്തും കൂടി കേൾക്കും. അപ്പം നിരന്തരം മറ്റു മനുഷ്യരെ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു ചാനലിൽ എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് നമുക്കെന്ത് സംഭവിക്കാനാണ്? അപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന എല്ലാം പറഞ്ഞോളൂ. അതിനൊന്നും ഇവിടെ ഞാൻ ഒരു പരാതി ഉന്നയിക്കുന്നില്ല. പക്ഷേ അതിപ്പോൾ ശ്രീകുട്ടി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മൾക്ക് പറയാൻ പറ്റുന്നതും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതും എല്ലാം നമ്മൾ ചെയ്യും. ആത്മീയപരമായിട്ടും ഭൗതികപരമായിട്ടും നിയമപരമായിട്ടും കറക്റ്റ് നമ്മൾ എന്താ പറയുക, നിയമവ്യവസ്ഥയിൽ നിന്നുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ പറയാമോ അതെല്ലാം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അതിന് ശ്രീകുട്ടി എന്നല്ല, ശ്രീമതി ആൻറ്റി എന്നല്ല, ഗുരുരത്നം എന്നല്ല, അമൃതാചാര്യനി എന്ന് പറയുന്ന ശിഷ്യപരാജിതയല്ല, ഇപ്പം ആര് വന്നാലും ശരി. കാരണം നമ്മൾ എന്തും ഫേസ് ചെയ്യാൻ തയ്യാറായി ഇറങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ നമുക്കൊറ്റ ലക്ഷ്യമുള്ളൂ, ഗുരുവിൻ്റെ ആശയം വരണം. ലോക നന്മയ്ക്ക് ആയിട്ടുള്ള ഗുരു കൊണ്ടുവന്നു നമ്മൾ വിശ്വസിക്കുന്ന ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ ആശയം പ്രസ്ഥാനത്തിൽ വരണം. അല്ലാതെ അമൃത ഗുരുവെന്നും നമുക്കില്ല. നമുക്കൊരു ഗുരുവേ ഉള്ളൂ. എക്കാലത്തും ബ്രഹ്മത്തിൽ നിന്നുള്ള അറിയിപ്പ് പ്രകാരം എന്ന് വെച്ചാൽ ഒരു ഗുരു. അത് വളച്ചൊടിച്ച് പറയുന്നത് ഇവരാണ്. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം ഇവർക്കാണ് സ്വാർത്ഥ താല്പര്യമുള്ളത്, നമുക്കാർക്കുമല്ല. അപ്പോൾ അടുത്തേക്ക് സോഷ്യൽ മീഡിയ ഗൈഡ് ലൈൻസിൽ നിന്നുകൊണ്ട് സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് ആ ചാനലിനെതിരെ നടപടിയെടുക്കാൻ പറ്റും. കാര്യം നമ്മളെന്തിനാ അതിനെ കണ്ണടയ്ക്കുന്നത്? ഒരു വ്യക്തിഹത്യയൊക്കെ ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയ ഗൈഡ് ലൈൻസിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, അത്രേ നമ്മൾ പറയുന്നുള്ളൂ. ശ്രീകുട്ടിയുടെ ഭീഷണി എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയുടെ ഗൈഡ് ലൈൻസിൽ നിന്ന് വേണം നമ്മൾ സംസാരിക്കാനെന്ന്. മനസ്സിലായില്ലേ? സോഷ്യൽ മീഡിയയുടെ ഗൈഡ് ലൈൻസിൽ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. അത് നിയമത്തെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത കൊണ്ടാണ് ശ്രീകുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് ശ്രീകുട്ടിയോ ശ്രീമതി ആൻറ്റിയോ അല്ലെങ്കിൽ ഗുരുരത്നോ അമൃതാചാര്യനെയോ ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ പേരിൽ എന്ത് നടപടി വേണമെങ്കിലും സ്വീകരിക്കാം. സ്വീകരിച്ചപ്പോഴൊക്കെ നമ്മളതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്. അതിന് നമ്മൾക്ക് പോസിറ്റീവായിട്ട് അതിൻ്റെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എവിടെയാണ് ഈ സോഷ്യൽ മീഡിയയിലെ ഗൈഡ് ലൈൻസ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ശ്രീകുട്ടിക്കാണ് വ്യക്തമായിട്ട് അറിയാൻ പാടില്ലാത്തത്. അത് പഠിച്ചിട്ട് വന്നിരുന്ന് സംസാരിക്കണം. മനസ്സിലായ? അതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. നമ്മൾക്ക് സോഷ്യൽ മീഡിയയുടെ ഗൈഡ് ലൈൻസ് എവിടെയാണ്, എത്രത്തോളം ഉണ്ടെന്നുള്ളത് വ്യക്തമായിട്ടറിയാം. വ്യക്തവും സ്പഷ്ടവും കൃത്യവുമായിട്ടുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. അത് ഉള്ളത് കാര്യങ്ങൾ ആരുടെ മുമ്പിലും എന്തും എവിടെയും പറയാം നമുക്ക്. അതിൽ യാതൊരു സംശയമില്ല. സഭ്യമായ ഭാഷയിൽ, മാന്യമായ ഭാഷയിൽ ആണ് സംസാരിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? പക്ഷേ ചെയ്ത കാര്യങ്ങൾ അത് സഭ്യമായ ഭാഷയിൽ പറഞ്ഞിട്ടുമുണ്ട്, ഇനിയും പറയും. അതിൽ യാതൊരു മാറ്റവും ഇല്ല. അപ്പം ആ രീതിയിലെങ്കിലും കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്യണമല്ലോ. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റണ എല്ലാം ചെയ്യണം. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റണം ഞങ്ങളും ചെയ്യും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങളും ചെയ്യണം. ചില വ്യക്തികൾക്ക് ഒന്നിനും കൺട്രോൾ ഇല്ല. എന്താണ് സമൂഹത്തിൽ പറയേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കേണ്ടതെന്ന് പോലും ഉള്ള ബാലപാഠങ്ങൾ പോലും ഇല്ലാതെ നമ്മൾ സംസാരിക്കുന്ന ആധ്യാത്മിക വിഷയങ്ങൾക്ക് മറുപടി ഇല്ലാതെ വരുമ്പോൾ വ്യക്തിഹത്യ നടത്തുക, അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ പറയുക, മറ്റ് കുടുംബകാര്യങ്ങളും ഒന്ന് പറയുക. ശരിക്കും പറഞ്ഞാൽ ഇവർ പറയുന്ന ആധ്യാത്മിക കാര്യത്തിന് അവരുടെ വീഡിയോ പോയി കണ്ടിട്ട് ഇതിനു മുമ്പ് 3 വർഷത്തിനിപ്പുറം ഈ അടുത്ത കാലത്താണ് ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയത്. അത് നമ്മുടെ വീഡിയോകളും നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് അവർ പറയുന്നെന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടായതിനു ശേഷം നിവർത്തി കെട്ടപ്പോഴാണ് ഇവർക്കെതിരെ പറഞ്ഞത്. മനസ്സിലായില്ലേ?
അല്ലാതെ ഇവരിരുന്ന് പറയണ കേട്ടതൊന്നും നമ്മൾ അവരുടെ അടുത്തേക്ക് ചെന്നെന്നാണ് തോന്നുന്നത്. മനസ്സിലായ? അതും കുടുംബ ബന്ധങ്ങളുടെ കാര്യം പറഞ്ഞ എന്തുകൊണ്ടാണ്? അത് ഇവരുടെ കുടുംബം നശിപ്പിച്ചത് അമൃതാജന്യാണ്. ആ അമൃതാജന്യ നശിപ്പിച്ചുകൊണ്ടോ, അല്ലാതെ ഞാൻ വേറെ ഒരു വ്യക്തിയാണെങ്കിലും നമ്മൾ ഇവരെ പറയത്തില്ല. ഇവരിതിൻ്റെ ഇടയിൽ വരേണ്ട കാര്യമില്ല. മനസ്സിലായ? അമൃതാജന്യ ഇവരുടെ കുടുംബം നശിപ്പിക്കാനുള്ള അതിന് കാര്യമുണ്ട്. മനസ്സിലായ? ഗുരുവിൻ്റെ ശരീരം ഇവിടെ ഗുരുവിൻ്റെ ദേഹവിയോഗ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ വണ്ടി ഓടിച്ചിരുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ ശ്രീമതി ആൻറ്റിയുടെ ഭർത്താവാണ്, തരുണണ്ണനാണ്. മനസ്സിലായ? അപ്പോൾ അതൊക്കെ അറിയാവുന്ന അന്നത്തെ സംഭവ വികാസങ്ങൾ അറിയാവുന്നവരാ ഒന്നെങ്കിൽ ഇവർക്ക് ഇല്ലായ്മ ചെയ്യണം, അല്ലെങ്കിൽ അവരെ പുറത്താക്കണം, അല്ലെങ്കിൽ അവരെ കുടുംബ ബന്ധങ്ങൾ ചിത്രീകരിക്കണം, ഏത് രീതിയിൽ അവരെ നശിപ്പിക്കണം. പഴയ കാര്യങ്ങൾ അറിയാവുന്ന, കാരണം ഒരുപാട് കാര്യങ്ങൾ അതിൽ വ്യക്തത വരാനുണ്ട്. ഗുരുവിൻ്റെ ദേഹവിയോഗം അത് കഴിഞ്ഞിട്ടും സംഭവിച്ചിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിന് പോലും വ്യക്തത വരാനുണ്ട്. വ്യക്തത വരാനുണ്ടെന്ന് പറഞ്ഞാൽ ഇവർ ഒരുപാട് കാര്യങ്ങളെ ഭയക്കുന്നുണ്ട്. സത്യത്തിൽ ആ ഭയത്തിൽ നിന്നാണ് ഇവർ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്, ഇവരുടെ സേഫ്റ്റിക്ക് വേണ്ടി. മനസ്സിലായ? ഈ അമൃതാജൻ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതല്ല. അവരുടെ കുടിലതകളും അവരുടെ തന്ത്രങ്ങളും പരമ്പര മനസ്സിലാക്കാൻ പോകുന്നേ. അത് ഇന്ന് മനസ്സിലാകില്ല, നാളൊരിക്കൽ നിയമപരമായിട്ടുള്ള ഒരു പൂട്ട് വീഴുമ്പോഴേ അത് മനസ്സിലാവുകയുള്ളൂ. അതുവരെ ഇത് തുടരുക തന്നെ ചെയ്യും. പക്ഷേ പഴയ പോലെ ഇപ്പം പാണ്ഡനായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ലെന്ന് പറഞ്ഞ പോലെ പഴയ പോലെ തന്ത്രങ്ങളങ്ങോട്ട് ഏൽക്കുന്നില്ല. മനസ്സിലായ? പഴയ പോലെ എന്ന് പറഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല. പണ്ട് ആൾക്കാരെ ഉപദ്രവിച്ചേക്കുന്ന പോലെ ഉപദ്രവിക്കാൻ പറ്റുന്നില്ല, പണ്ട് പറ്റിച്ചതുപോലെ പറ്റിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒട്ടനവധി ഘടകങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ബാക്കി കൂടി കേൾക്കാം. അപ്പൊ ഇത് പിന്നെ ഈ രീതിയിൽ മനുഷ്യരുടെ വാ അടപ്പിക്കാവുന്നതാണ് ചിലര്. അത് അകത്തുള്ളവരുമുണ്ട്, ഇദ്ദേഹമുണ്ട്, അതിന് പിന്നിൽ പല ആൾക്കാരുണ്ട്. അപ്പൊ ഈ രീതിയിൽ അങ്ങ് വാ അടപ്പിക്കാമെന്നാണ് കരുതുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കിത് ശക്തി കൂടുതൽ കിട്ടുകയാണ് ചെയ്യുന്നത്. കാര്യം എനിക്ക് നിങ്ങൾ ഇങ്ങനെ ഓരോന്നും പറയുന്ന കേൾക്കുമ്പോഴാണ് എനിക്ക് സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഉള്ളൊരു ഊർജ്ജം. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ സപ്പോർട്ടുണ്ട്, ശക്തമായ സപ്പോർട്ട്. എന്തുകൊണ്ടാണ്? നന്മ ആഗ്രഹിക്കുന്ന മനസ്സ് ഈ തിന്മയെ ഒന്ന് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്നുള്ള ആഗ്രഹമാണ്. അതുകൊണ്ട് എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ സപ്പോർട്ടുകളും പല ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ടല്ലേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത്, കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ ഇവർക്കറിയാം. അടുത്ത കേൾക്കാം. കാരണം ഞാൻ നോർമലായിട്ട് ഒന്നും വേണ്ട, എല്ലാം ശാന്തി സമാധാനം എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രാർത്ഥനാ സ്വഭാവത്തിൽ അങ്ങ് പോകുന്ന വ്യക്തിയാണ്. അപ്പം എന്നെപ്പോലൊരു വ്യക്തിക്ക് സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഊർജ്ജം കിട്ടുന്നത് നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് നമ്മളെ വാ അടപ്പിക്കാമെന്ന് ആരും കേട്ടില്ലേ? വാ അടപ്പിക്കാമെന്ന് ആരും കരുതണ്ട. അദ്ദേഹം ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും, പറയുക തന്നെ വേണം. ഇതിന് മറുപടി ഞാൻ പറയുന്നില്ല, ഇതിന് മറുപടി വേറൊരു നമ്മളൊരു ആത്മബന്ധു, ഗുരുവിൻ്റെ ഉത്തമ ശിഷ്യനും ഭക്തനുമായ, പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല, ആളുടെ രൂപവും കാണിക്കുന്നില്ല, അതൊക്കെ കണ്ടെത്തേണ്ടത് ഇവരുടെ ആവശ്യമാണ്. വേണമെങ്കിൽ മനസ്സിലായില്ലേ? അത് ഈ ഭയമുണ്ടായിട്ടൊന്നുമല്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതൊന്നും നമുക്ക് കേൾക്കാം, അദ്ദേഹത്തിൻ്റെ ഇതിനുള്ള മറുപടി. ശ്രീജിത്തെ, പരമപണ്ഡിത എന്നല്ല വിളിക്കേണ്ടത്, എന്നാൽ പോട്ടെ, അത് വേണ്ട. എനിക്ക് പറയാനുള്ളത്, നീ ഇത് തുടരണം. ഞങ്ങളുടെ ദൗത്യ പൂർത്തീകരണം വരെ നീ ഇത് തുടർന്നുകൊണ്ടേയിരിക്കണം. കാരണം നീ ആ ഒരു അവസ്ഥയിലാണ്. പണ്ഡിത ശിരോമണി എന്നൊക്കെയാണ് നിന്റെ വിചാരം. പക്ഷേ നീ എന്താണ് വിളിച്ച് പറയുന്നത് എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ പറയുന്ന ചില കാര്യങ്ങൾ വളരെ സത്യമാണ്, സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. പരമസത്യം. നിന്റെ ഈ ബോധതലം, അബോധതലം, യൂണിവേഴ്സൽ എന്നിങ്ങനെ കുറേ വിളമ്പുന്നുണ്ടല്ലോ, ഇങ്ങനെ പലതും. അത് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ പ്രയാസമാണ്. നീ ഒരിക്കൽ പറയും ശിഷ്യപൂജിത അതീവ സത്യപ്രകാശത്തിൽ ചെന്ന് തൊട്ടതിന് ശേഷമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ പറയുന്ന കേട്ടു അവര് മരിച്ചു എന്ന്. അപ്പോ അവിടെ ഇരിക്കുന്നത് ആരാണ്? ജനനം മരണം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീ പറയാൻ ശ്രമിച്ചത് മറ്റൊന്നാണ്, നീ പറഞ്ഞത് മരിച്ചു എന്നും. സാധാരണക്കാർക്ക്
മനസ്സിലാവില്ല എന്ന് പറഞ്ഞതും ശരിയാണ്. നീ നോർമൽ അല്ല. അതുകൊണ്ടാണ് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല എന്ന് നീ പറയുന്നത്. ഒരു കാര്യവും വ്യക്തമല്ലാതെ മെഴുകി അവിടെയും ഇവിടെയും പറഞ്ഞ് ബാലും തുമ്പുമില്ലാതെ ആരെയൊക്കെയോ വെള്ളപൂശാൻ നീ ശ്രമിക്കുന്നു. സഹതാപം തോന്നുന്നു മോനെ. എങ്കിലും വളരെ സന്തോഷം തോന്നുന്നു. നീ ഇത് തുടരണം, തുടർന്നുകൊണ്ടേയിരിക്കണം. കാരണം ഒരുപാട് കാര്യങ്ങൾ നീ വിളിച്ചു വിളമ്പുന്നുണ്ട്. അകത്തും പുറത്തും ശത്രുക്കളുണ്ട് എന്നുവരെ. എങ്ങനെ വന്നു ശത്രുക്കൾ? മോനെ, കാരണമില്ലാതുയരാ കാര്യം. ഒന്ന് നീ മനസ്സിലാക്കണം, സത്യം ജയിക്കും. അപ്പോൾ നീ പറഞ്ഞതെല്ലാം പരമ്പരയോട് നീ ബോധത്തോടെ പറയണം. ഒന്നിലും കാലം കണക്ക് ചോദിക്കാതിരുന്നിട്ടില്ല. അന്ന് നിന്റെ ഗുരുവിനെയും നിന്റെ ഗുരുസ്നേഹവും ബോധമനസ്സും അബോധ മനസ്സും യൂണിവേഴ്സലും എല്ലാം നിനക്കും നിന്റെ തലയാട്ടി ബൊമ്മയ്ക്കും, ഞാൻ തലയാട്ടി ബൊമ്മ എന്ന് പറയുന്നത് നിന്റെ ശ്രീമതി, പിന്നെ ഓസ്കാർ അവാർഡ് കൊടുക്കേണ്ട അഭിനയ ചക്രവർത്തിനി, മുഖംമൂടി തലയാട്ടി ബൊമ്മ, അഭിനവ ഗുരു, എല്ലാവർക്കും താമസിയാതെ തന്നെ പരമ്പരയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. അത് താമസിയാതെ തന്നെ നിങ്ങളുടെ കാതുകളിൽ അലയടിക്കും. കാത്തിരിക്കൂ, കാത്തിരിക്കൂ, കാത്തിരിക്കൂ. കേട്ടില്ലേ? ഇതാണ് ശ്രീകുട്ടിക്കും ശ്രീമതി ആൻറ്റിക്കും അവരുടെ എന്താ പറയുക അഭിനവ ഗുരുവിനും ഉള്ള മറുപടി. മനസ്സിലായില്ലേ? ബാക്കി വിശദമായ വീഡിയോ അടുത്ത വീഡിയോ നമുക്ക് കാണാം. സബ്ഡ്യൂസർ.